أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وإذ ابتلى إبراهيم ربه بكلمات فأتمهن قال إني جاعلك للناس إماما قال ومن ذريتي قال لا ينال عهد الظالمين. وإذ جعلنا البيت مثابة للناس وأمنا واتخذوا من مقام إبراهيم مصلى وعهدنا إلى إبراهيم وإسماعيل أن طهرا بيتي للطائفين والعاكفين والركع السجود. ഇബ്രാഹിമിനെ അദ്ദേഹത്തിന്റെ നാഥൻ ചില വചനങ്ങളാൽ പരീക്ഷിച്ചതും ഓർക്കുക. അദ്ദേഹം അവയിലെല്ലാം പൂർണ്ണമായി വിജയിച്ചു. അപ്പോൾ അവൻ പ്രഖ്യാപിച്ചു, നാം നിന്നെ സകല ജനത്തിനും നേതാവായി നിശ്ചയിക്കുന്നതാകുന്നു. ഇബ്രാഹിം ഉണർത്തിച്ചു, എന്റെ സന്തതികളോടും ഇതേ വാഗ്ദാനമുണ്ടോ? അവൻ പറഞ്ഞു, എന്റെ വാഗ്ദാനം അധർമ്മികൾക്കു ബാധകമല്ല. ഈ മന്ദിരത്തെ, അതായത് കഅബയെ, നാം ജനങ്ങൾക്കു വേണ്ടി ഒരു കേന്ദ്രവും അഭയസ്ഥാനവുമായി നിശ്ചയിച്ചതും ഓർക്കുക. ഇബ്രാഹിം പ്രാർത്ഥിക്കാൻ നിന്നിരുന്ന സ്ഥാനത്തെ നിങ്ങൾ പ്രത്യേക പ്രാർത്ഥനാ സ്ഥാനമാക്കുവിൻ എന്നു നാം ജനങ്ങളോട് ആജ്ഞാപിച്ചിട്ടുണ്ടായിരുന്നു. പ്രദക്ഷിണം ചെയ്യുന്നവർക്കും ഭജനമിരിക്കുന്നവർക്കും കുമ്പിടുകയും സാഷ്ടാംഗം പ്രണമിക്കുകയും ചെയ്യുന്നവർക്കും വേണ്ടി എന്റെ മന്ദിരത്തെ പരിശുദ്ധമാക്കി വെക്കുക എന്ന് ഇബ്രാഹിമിനോടും ഇസ്മായിലിനോടും അനുശാസിക്കുകയും ചെയ്തിരുന്നു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. പ്രിയപ്പെട്ടവരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കരുണാവാരിധിയായ റബ്ബ് നമ്മുടെ ഈ ഒരു കൂടിയിരുത്തം സാലിഹായ അമലായി സ്വീകരിക്കുമാറാകട്ടെ. നമുക്ക് ഖുർആൻ പഠിക്കുവാനും അത് നമ്മുടെ ജീവിതത്തിൽ പകർത്തി പരലോക വിജയം കരസ്ഥമാക്കുവാനും അള്ളാഹു തൗഫീക്ക് നൽകുമാറാകട്ടെ. സൂറത്തുൽ ബഖറയിലെ 124 ആയത്തുകൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ്. ഇന്ന് 125 മുതലാണ് തുടങ്ങേണ്ടത്. പക്ഷെ 124 ആയത്ത് മുതലാണ് ഈ ഒരു ഭാഗം വേറെ ഒരു വിഷയത്തിലേക്ക് പോകുന്നത് കൊണ്ട് 124 ഓർമ്മയില്ലാത്തവർക്ക് വേണ്ടി ഒന്നും കൂടി പറയാണ്. ഇത്രയും ദിവസം നമ്മൾ ബനി ഇസ്രായേൽ ആ സമൂഹത്തിന്റെ നന്ദികേടിനെ കുറിച്ചൊക്കെ പറഞ്ഞ് അവസാനം അവർക്ക് അള്ളാഹ് 123 ആയത്തില് ഒരു വാണിംഗ് കൊടുത്തു അല്ലെ, നരകത്തെ കുറിച്ചൊക്കെ ഒന്ന് പറഞ്ഞിട്ട് നിർത്തിയതാണ്. ഇനി അവരുടെ തന്നെ ഇബ്രാഹിം നബി എന്ന് പറയുന്നത്, ഇതിനു മുന്നേ ഒരുപാട് വിശദമായിട്ട് പറഞ്ഞതാണ്. ഇബ്രാഹിം നബി എന്ന് പറയുന്നത് ഏതൊരു മുസ്ലിങ്ങളുടെയും ജൂതന്മാരുടെയും എല്ലാവരുടെയും പിതാവായിട്ടുള്ള പ്രവാചകനാണ് ഇബ്രാഹിം നബിയായ നമ്മുടെ ആ പിതാവെന്ന് പറയുന്ന നമ്മുടെയൊക്കെ ഇബ്രാഹിം നബി. അപ്പോ ഇബ്രാഹിമിനെ അള്ളാഹു അദ്ദേഹത്തിന് ഒരുപാട് പരീക്ഷണങ്ങൾ നേരിടേണ്ടി വന്ന ഒരു പ്രവാചകനാണ് ഇബ്രാഹിം നബി. പക്ഷെ എല്ലാ പരീക്ഷണങ്ങളെയും വളരെ വിജയകരമായി പൂർത്തീകരിച്ച ഒരു പ്രവാചകനാണ് ഇബ്രാഹിം നബി. അതിൽ ഏറ്റവും അവസാനമായിട്ട് സ്വന്തം പ്രിയപുത്രനായ ഇസ്മായിൽ അലൈഹി ഇസ്ലാമിനെ അറുക്കാൻ കൽപ്പിച്ചപ്പോൾ അതിന് പോലും യാതൊരു ചാഞ്ചല്യവും ഇല്ലാതെ മകനുമായി സംസാരിച്ചുകൊണ്ട് മകനും അതിന് ഓക്കെ ആയിക്കൊണ്ട് രണ്ടുപേരും അള്ളാഹുവിന്റെ ആ ഒരു കൽപ്പനയെ പൂർത്തീകരിക്കാൻ വേണ്ടി മലമുകളിൽ കയറി അവിടുന്ന് കത്തി വെക്കുന്നത് വരെ അള്ളാഹുവിന്റെ ആ ഒരു നേർച്ച നിറവേറ്റാൻ വേണ്ടി അവര് പോയി. പക്ഷെ അള്ളാഹുവിന്റെ കൽപ്പന മറ്റൊന്നായിരുന്നു പിന്നീട്. അതായത് എത്രമാത്രം മനസ്സ് അള്ളാഹുവിന് സമർപ്പിച്ചിട്ടുണ്ട് എന്നുള്ള ആ പരീക്ഷണം, ത്യാഗം, അള്ളാഹ്ക്ക് വേണ്ടി എത്രമാത്രം ത്യാഗം സഹിച്ചു. എന്റെ മകനെ പോലും അള്ളാഹുവിന് വേണ്ടി സമർപ്പിക്കാൻ ഞാൻ തയ്യാറാണ് എന്ന്
പൂർത്തീകരിച്ചു, അത് പൂർണ്ണമായും അള്ളാഹ്ക്ക് ബോധ്യപ്പെട്ടു. അപ്പൊ അള്ളാഹ് അവിടെ പരീക്ഷണം നിർത്തി, മതി ഇനി നീ ആടിനെ അറുത്താൽ മതി. എന്റെ മനസ്സിന്റെ സമർപ്പണം ഉണ്ടല്ലോ, എത്രമാത്രം അള്ളാഹ് ഒരു കാര്യം പറയുമ്പോ എത്രമാത്രം അത് സമർപ്പിച്ചു എന്ന് അവിടെ തെളിഞ്ഞു കഴിഞ്ഞപ്പോഴാണ് പരീക്ഷണം അവസാനിക്കുകയും അള്ളാഹു ഇബ്രാഹിം നബിയെ തെരഞ്ഞെടുക്കുകയും ചെയ്തു. വലിയ ഒരു ഇതായിട്ട് അദ്ദേഹത്തെ, ഈ പ്രവാചകനെ തെരഞ്ഞെടുത്തത് ഒരുപാട് പരീക്ഷണങ്ങൾക്ക് ശേഷമാണ്. അപ്പോ ഈ കഴിഞ്ഞ ആയത്തിൽ അള്ളാഹു ഇബ്രാഹിം നബിനോട് പറഞ്ഞിട്ടുണ്ട്, എല്ലാ ഇതിലെല്ലാം നീ പൂർണ്ണമായി വിജയിച്ചു. അപ്പോൾ സകല ജനത്തിനും നേതാവായിട്ടാണ് ഇബ്രാഹിം നബിയെ നിശ്ചയിക്കുന്നത്. അപ്പൊ ഇബ്രാഹിം നബി അള്ളാഹുവിനോട് ഒരു ആവശ്യം ചോദിക്കണം, എന്റെ സന്തതികളോടും ഇതേ വാഗ്ദാനം ഉണ്ടോ? അതായത് എന്റെ സന്തതികളെയും നീ ജനങ്ങൾക്ക് നേതാവാക്കുമോ എന്ന് അള്ളാഹ് ചോദിച്ചു. പറഞ്ഞു, ഇല്ല, അത് എല്ലാവർക്കും ബാധകമല്ല, നിന്റെ സന്തതികളിൽ ഇനി വരാൻ പോകുന്ന അധർമ്മികൾക്ക് അത് ബാധകമല്ല എന്ന് പറഞ്ഞിട്ടാണ് കഴിഞ്ഞ അത് നിർത്തിയത്. ഇനി നമുക്കറിയാം, അടുത്ത ആയത്തിൽ ഈ കഅബയെ കുറിച്ചാണ് പറയുന്നത്. നമുക്കറിയാം, ഇബ്രാഹിം നബി ഇസ്മായിൽ നബിയും കൂടി ഉണ്ടാക്കിയ ഒരു ഭവനമാണ്, മന്ദിരമാണ് കഅബ എന്ന് പറയുന്നത്. അപ്പൊ എന്തുകൊണ്ടാണ് ഇവിടെ കഅബയെ സൂചിപ്പിക്കാൻ കാരണം എന്ന് പറയുന്നത്, ഈ ബനു ഇസ്രായേല്യർക്കും മുസ്ലിങ്ങൾക്കും ഒരുപോലെ പുണ്യമായ ഒരു പുണ്യമായ സ്ഥലമാണ് കഅബ എന്ന് പറയുന്നത്. രണ്ടു കൂട്ടർക്കും അത് പ്രധാനപ്പെട്ടത് തന്നെയാണ്. ഇബ്രാഹിം നബി, അവരുടെയും നമ്മുടെയും പ്രവാചകനായ ഇബ്രാഹിം നബി തന്നെയാണ് ആ കഅബ ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് അവർക്കും തന്നെ ഈ ഒരു കഅബ പ്രാധാന്യമുള്ളത് കൊണ്ടാണ് ഇവിടെ പെട്ടെന്ന് തന്നെ കഅബയുടെ നിർമ്മാണത്തെ കുറിച്ച് പറയുന്നത്. അപ്പൊ ഇവിടെ കഅബയെ കുറിച്ച് എന്താ അള്ളാഹു പറയുന്നത്? ഇനി നമ്മളെല്ലാവരും ഉംറക്ക് ഹജ്ജിനും ഒക്കെ പോയ സ്ഥലമാണ് കഅബ എന്ന പുണ്യ ഗേഹം എന്ന് പറയുന്നത്. പക്ഷെ അതിനെക്കുറിച്ച് ഒന്ന് രണ്ട് കാര്യങ്ങൾ നമുക്ക് അറിയേണ്ടതുണ്ട്. ഈ ഒരു കഅബയുടെ നിർമ്മാണം അള്ളാഹു പറഞ്ഞു, ഈ മന്ദിരത്തെ ഞാൻ ജനങ്ങൾക്ക് വേണ്ടി ഒരു കേന്ദ്രവും അഭയസ്ഥാനവുമായി നിശ്ചയിച്ചത് ഓർക്കുക. ഇബ്രാഹിം നബി പ്രാർത്ഥിക്കാൻ നിന്നിരുന്ന സ്ഥാനം, അതായത് അതിന് അറബിയിൽ പറയുന്നത് മഖാമു ഇബ്രാഹിം എന്നാണ്. ഇബ്രാഹിം നിന്ന സ്ഥലം നിങ്ങൾ പ്രത്യേക പ്രാർത്ഥനാ സ്ഥാനമാക്കുവിൻ എന്ന അള്ളാഹുവിന്റെ കൽപ്പനയാണ്. അതായത് ഇതും ജനങ്ങളോട് അള്ളാഹ് പറഞ്ഞതാണ്. ഇനി അതുപോലെ തന്നെ മക്കയെ നിങ്ങൾ പ്രദക്ഷിണം ചെയ്യുന്നവർക്കും, അതായത് തവാഫ് ചെയ്യുന്നവർക്കും ഇത്തികാഫ് ഇരിക്കുന്നവർക്കും സുജൂദും റുക്കുവും ചെയ്യുന്നവർക്കും വേണ്ടി എന്റെ ഈ മന്ദിരത്തെ പരിശുദ്ധമാക്കി നിങ്ങൾ അത് കീപ്പ് ചെയ്യുക എന്ന് ഇബ്രാഹിമിനോട് ഇസ്മായിലിനോട് അള്ളാഹു അനുശാസിച്ചതാണ്. അപ്പൊ ഈ ആയത്തിന്റെ വാക്കർത്ഥത്തിലേക്കൊന്ന് പോയി നോക്കാം. ഇത് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ ആയത്താണ് കേട്ടോ, 124. അപ്പൊ അത് ഇനി പറയുന്നില്ല. 125-ാമത്തെ ആയത്ത്, وَإِذْ جَعَلْنَا الْبَيْتَ مَثَابَةً لِلنَّاسِ وَأَمْنًا وَاتَّخِذُوا مِن مَّقَامِ إِبْرَاهِيمَ مُصَلًّى وَعَهِدْنَا إِلَى إِبْرَاهِيمَ وَإِسْمَاعِيلَ أَن طَهِّرَا بَيْتِيَ لِلطَّائِفِينَ وَالْعَاكِفِينَ وَرُكَعِ السُّجُودِ. അതായത് ഈ മന്ദിരത്തെ, അതായത് കഅബയെ, ഇവിടെ അൽ ബൈത്ത് എന്നാണ് മന്ദിരം എന്ന് പറയുന്നത്. ഈ ബൈത്ത് നമ്മൾ ഉദ്ദേശിക്കുന്നത് കഅബയാണ്. മന്ദിരം, വീട് എന്നൊക്കെ പറയും. ഈ മന്ദിരത്തെ നാം ജനങ്ങൾക്ക് വേണ്ടി ഒരു കേന്ദ്രവും അഭയസ്ഥാനവും ആക്കി നിശ്ചയിച്ചത് ഓർക്കുക. ഇബ്രാഹിം നബി പ്രാർത്ഥിക്കാൻ നിന്നിരുന്ന സ്ഥാനത്തെ നിങ്ങൾ പ്രത്യേക പ്രാർത്ഥനാ സ്ഥാനമാക്കുവിൻ എന്ന് നാം ജനങ്ങളോട് ആജ്ഞാപിച്ചിട്ടുണ്ടായിരുന്നു. പ്രദക്ഷിണം ചെയ്യുന്നവർക്കും ഭജനമിരിക്കുന്നവർക്കും കുമ്പിടുകയും സാഷ്ടാംഗം പ്രണമിക്കുകയും ചെയ്യുന്നവർക്കും വേണ്ടി എന്റെ മന്ദിരത്തെ പരിശുദ്ധമാക്കി വെക്കുക എന്ന് ഇബ്രാഹിമിനോട് ഇസ്മായിലിനോടും അനുശാസിക്കുകയും ചെയ്തിരുന്നു എന്നാണ് ഈ ആയത്തിന്റെ മൊത്തത്തിലുള്ള അർത്ഥം. ഇനി സന്ദർഭം, ജഅൽനാ നാമാക്കി, ജഅല എന്നർത്ഥം ജഅല യജഅലു ജാഇൽ, ജഅല ആക്കി, അവനാക്കി, യജഅലു അവനാക്കുന്നു, പ്രസന്റ് ടെൻസ്, ജാഇൽ എന്ന് പറഞ്ഞാൽ ആക്കുന്നവൻ. അത് ഖുറാനിൽ വേറെ സ്ഥലങ്ങളിൽ വന്നിട്ടുണ്ട്, ജാഇൽ എന്ന്. ഇന്നി ജാഇലുക ലിന്നാസി ഖലീഫ എന്ന്, ഞാൻ ആക്കുന്നവനാണ് അല്ലാഹ് പറയുന്നുണ്ട് അല്ലെ. അത് ഒക്കെ ഈ ജഅല എന്നുള്ള വാക്കിൽ നിന്ന് തന്നെ വരുന്നതാണ്. ജഅൽനാ നാമാക്കി, എന്താണ് ഞാനാക്കി എന്ന് തന്നെ പറഞ്ഞാൽ ജഅൽതു എന്നാ പറയാ കേട്ടോ. ജഅൽതു ഞാനാക്കി, ജഅൽനാ ഇത് ഗ്രാമറിന്റെ ഒരു ക്ലാസ് നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു, അതിലുള്ളതായിരുന്നു ജഅൽനാ ജഅൽതു എന്നൊക്കെ. ജഅൽതു ജഅൽനാ എന്ന് ലാസ്റ്റുള്ള 13ഉം 14-ാമത്തെ ഫോമാണ്. ജഅൽനാ നാമാക്കിയ സന്ദർഭം, എന്ത്, അൽ ബൈത്ത ഭവനത്തെ. ഇവിടെ ബൈത്ത എന്ന് പറയാൻ കാരണം ഇവിടെ മഫ്ഊലും ബിഹിയാണ് ബൈത്ത്. ഏതിനെ എന്നുള്ളതിന്റെ ചോദ്യത്തിന്റെ ഉത്തരാണ് മഫ്ഊലും ബിഹി എന്ന് പറഞ്ഞത്. ഏതിനെയാണ് ആക്കിയത്? ബൈത്ത. അപ്പൊ അങ്ങനെയുള്ള വാക്കുകൾക്ക് എപ്പോഴും ഫതഹ ആയിരിക്കും. ഒബ്ജക്റ്റ് ആയിട്ട് വരുന്ന അല്ലെങ്കിൽ മഫ്ഊലും ബിഹി ആയി വരുന്ന വാക്കുകൾക്ക് എപ്പോഴും ഫതഹ ആയിരിക്കും.
അപ്പൊ ആ ഭവനത്തെ നാം ആക്കിയതും ഓർക്കുക. മസാബത്തിന് എന്താണ് ആ ഭവനത്താക്കിയത്? മസാബത്ത് എന്ന് പറയുന്ന സംഗമസ്ഥാനം. മസാബത്ത് എന്നൊരു പുതിയ വാക്കാണ് ഈ ആയത്തിൽ. നമ്മൾ ഇതിന് മുന്നേ ഒന്നും പഠിക്കാത്തൊരു വാക്കാണ്. ഇവിടെ സംഗമസ്ഥാനം എന്നുണ്ട്. അതുപോലെ തന്നെയാണ് വേറെ ഒന്ന് രണ്ട് വാക്കുകൾ അതിനർത്ഥം വരുന്നുണ്ട്. അഭയസ്ഥാനം, മസാബത്ത് എന്ന വാക്ക് നമ്മൾ മനസ്സിൽ വെക്കേണ്ട ഒരു വാക്കാണ്. അവലംബ സ്ഥാനം, അതുപോലെ ആളുകൾ സന്ദർശിച്ചു കൊണ്ടിരിക്കുന്ന സ്ഥലം, എല്ലാവർക്കും ബന്ധപ്പെട്ട സ്ഥലം എന്നൊക്കെ ഇതിനർത്ഥം കൊടുക്കാം. മസാബത്ത് എന്ന വാക്ക് പ്രത്യേകം ആലോചിക്കുക. സംഗമസ്ഥാനം, അതായത് ഇതൊക്കെ ഈ മസാബത്ത് എന്ന വാക്ക് പ്രത്യേകമായിട്ട് നമ്മൾ ഓർക്കാൻ കാരണം, കഅബയെ കുറിച്ച് ആലോചിക്കുമ്പോൾ നമ്മൾ ഇതൊരു സംഗമസ്ഥാനം മാത്രമല്ല, അല്ലെ? മസാബത്ത് എന്ന വാക്കിന്റെ അർത്ഥതലങ്ങൾ നോക്കുമ്പോൾ കഅബയെ സംബന്ധിച്ച് അത് കറക്റ്റ് ആണ്. സംഗമസ്ഥാനമാണ്. അതൊരു അവലംബം, ആളുകൾക്ക് അവലംബമായിട്ടുള്ള ഒരു അത്താണിയായിട്ടുള്ള സ്ഥലമാണ്. ആളുകൾ സന്ദർശിച്ചു കൊണ്ടേയിരിക്കുന്ന ഒരു സ്ഥലമാണ് മസാബത്ത് എന്ന് പറയുന്നത്. അതുപോലെ എല്ലാവർക്കും ബന്ധപ്പെട്ട സ്ഥലം എന്നൊക്കെ ഈ മസാബത്തി എന്ന വാക്കിനർത്ഥം. കാരണം നമുക്കറിയാം, ലോക മുസ്ലിങ്ങളെ ബന്ധിപ്പിക്കുന്ന ഒരേ ഒരു ഇടം എന്ന് പറയുന്നത് കഅബയാണ്, ആ മക്കയാണ്. ദേശ, ഭാഷ, വർണ്ണ വ്യത്യാസമില്ലാതെ എല്ലാ അള്ളാഹുവിനെ ഏകനായി അംഗീകരിച്ച ഏതൊരു വ്യക്തിയുടെയും ബന്ധപ്പെടുത്തുന്ന ഒരേ ഒരു സ്ഥലം മസാബത്ത് എന്താണ്? കഅബയാണ്. അപ്പൊ ലിന്നാസി, ഇത് മസാബത്തൽ ലിന്നാസി, ജനങ്ങൾക്ക് വേണ്ടിയുള്ള മസാബത്താണ്. അപ്പൊ വൈദ് ജഅൽനൽ ബൈത്ത, ഞാൻ ആ മന്ദിരത്തെ ആക്കിയ സന്ദർഭം മസാബത്തൻ ലിന്നാസി, ജനങ്ങൾക്ക് ഒരു അഭയകേന്ദ്രം അല്ലെങ്കിൽ സംഗമ സ്ഥാനമാക്കിയിട്ട്. വ അംന, വ ആൻഡ് അംന. അംന് എന്ന് പറഞ്ഞാൽ എന്താ? നിർഭയത്വം എന്നാ പറയാ. അംന് നിർഭയത്വം. ആമന എന്ന് പറഞ്ഞാൽ വിശ്വസിച്ചു എന്നാണ്, അല്ലെ? നമുക്ക് വിശ്വസിച്ച് അവിടെ നിൽക്കാൻ പറ്റിയ ഒരു സ്ഥലത്തെയാണ് നിർഭയം. ഒരു ഭയവും ഇല്ലാതെ നല്ല പൂർണ്ണ മനസ്സോടുകൂടി നമുക്ക് പേടിക്കാതൊക്കെ നിൽക്കുന്ന സ്ഥലമാണ്, ഒരു സ്ഥലത്തെ നമ്മൾ നിർഭയമായ സ്ഥലം, അല്ലെങ്കിൽ നല്ല അമ്നുണ്ട് എന്ന് പറയാറുണ്ട്. അമ്നുള്ള ഹൃദയം എന്നൊക്കെ പറയുന്നത് അള്ളാഹിന്റെ ഒരു വലിയ അനുഗ്രഹമാണ്. ഈ അമ്ന് കിട്ടുക എന്ന് പറയുന്നത് ഏതൊരു പരീക്ഷണങ്ങൾ വരുമ്പോഴും അല്ലെങ്കിൽ ഏതൊരു സിറ്റുവേഷനിലും ഒരു ആപത്ഘട്ടങ്ങളിൽ പോലും അമ്ന് കിട്ടുന്ന വിശ്വാസികൾ എന്ന് പറയുന്നത് അത് ഭയങ്കര ഹൈ ലെവൽ വിശ്വാസമാണ്. വിശ്വാസത്തിലെ ഈമാന്റെ ഹൈ ലെവലാണ് ഈ അമ്ൻ എന്ന ഒരു സ്റ്റാറ്റസ്, മനസ്സിന് കിട്ടുന്ന അമ്ന്. അപ്പൊ ആ നിർഭയത്വം, അമ്ന, അത് ഈ ഒരു മസാബത്തിനെ, ബൈത്തിനെ അള്ളാഹു മസാബത്തൽ ലിന്നാസ് മാത്രമല്ല, അവിടെ അമ്നും കൂടി കിട്ടുന്ന ഒരു സ്ഥലമാണ്. നമുക്ക് അവിടെ ചെന്ന് ആരെയും പേടിക്കേണ്ടതില്ല, നമുക്ക് ഭയപ്പെടേണ്ടതില്ല. എന്തെങ്കിലും തെറ്റുകളോ എന്റെ കൊള്ളയോ നടക്കുമ്പോൾ പേടിക്കേണ്ടതില്ല. നിർഭയമായി ഒന്നിനെ കുറിച്ചും പേടിക്കാതെ നിൽക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് അമ്ന് എന്ന് പറയുന്ന സ്ഥലം. അതാണ് ഈ കഅബ. അപ്പൊ അള്ളാഹു ആക്കിയതാണ് കഅബയെ അമ്ന്. അല്ലാതെ നമ്മള് ഭൗതികമായിട്ട് നമ്മളുടെ ഒരു പ്രവർത്തനങ്ങളുടെ അത് അമ്നായാലും അള്ളാഹു ഓൾറെഡി അതിനെ നിർഭയ സങ്കേതമാക്കാൻ അള്ളാന്റെ ഒരു തീരുമാനം തന്നെയാണ്. അപ്പോ നിന്നാസി വാംന വത്തഹിദു, അപ്പൊ എന്നിട്ട് അള്ളാഹ് പറയാണ്, അള്ളാഹ് നമ്മളോട് ആവശ്യപ്പെടുകയാണ്, നിങ്ങൾ എന്ത് ചെയ്യുക? ആൻഡ് ഇത് ആദ്യത്തെ ആര് മനസ്സിലായല്ലോ? ഇത് അള്ളാഹ് പറയാണ്, ഞാൻ മന്ദിരത്തെ എങ്ങനെയൊക്കെ ആക്കിയിട്ടുണ്ട്, മസാബത്തൽ ലിന്നാസും അമ്നയും ഞാൻ ആക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ആൻഡ് ഇത്തഹിദു, നിങ്ങൾ സ്വീകരിക്കുക അല്ലെങ്കിൽ നിങ്ങൾ എടുക്കുക. ഇത്തഹദ യത്തഹിദു എന്നാണ് വാക്ക്. ഇത്തഹദ സ്വീകരിച്ചു, അല്ലെങ്കിൽ എടുത്തു, ആക്കി എന്നൊക്കെ. ആക്കി എന്ന് പറയുന്നതല്ല, ശരിക്കും എടുത്തു, അതിനെ സ്വീകരിച്ചു എന്നുള്ളതാണ് ഇത്തഹദ യത്തഹിദു. അപ്പൊ ആൻഡ് ഇത്തഹിദു നമ്മളോട് കൽപ്പിക്കുകയാണ് ആൾക്കാരോട്, നിങ്ങൾ എടുക്കുക, നിങ്ങളാക്കുക, നിങ്ങൾ സ്വീകരിക്കുക. മിൻ മഖാമി ഇബ്രാഹിമ, മിൻ എന്ന് പറഞ്ഞ ഫ്രം, മിൻ ഫ്രം, മഖാം ഇബ്രാഹിം എന്ന് പറഞ്ഞാൽ ഇബ്രാഹിമിന്റെ ആ നിൽക്കുന്ന സ്ഥലമാണ്, നിൽക്കുന്ന ഇടത്തെയാണ് മഖാം എന്ന് പറയാം, അല്ലെ? മഖാം എന്ന് പറഞ്ഞ കാമ എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം എന്താ? നിന്നു എന്നാണ്. കാമ യഖൂമു, കാമ നിന്നു, യഖൂമു നിൽക്കുന്നു. അപ്പൊ മഖാം എന്ന് പറയുന്നത് ഒരു സ്ഥലത്ത് ഒരാൾ നിൽക്കുന്ന, അപ്പൊ അയാൾ നിൽക്കുന്ന മഖാം എന്ന് പറഞ്ഞാൽ അയാൾ നിൽക്കുന്ന ആ ഒരു ഇടം, ആ ഒരു സ്ഥലത്തിനെയാണ് മഖാം എന്ന് പറയാം. അപ്പൊ ഇബ്രാഹിം നബി നിന്ന ആ മഖാമിൽ നിന്ന്, മിൻ എന്ന് പറഞ്ഞ ഫ്രം എന്നുള്ള വാക്ക് പ്രത്യേകം ഇതാക്കണം. നമ്മളോട് ഇങ്ങനെയല്ല പറഞ്ഞത്, വത്തഹിദു മഖാമ ഇബ്രാഹിമ എന്നല്ല പറഞ്ഞത്. നിങ്ങൾ മഖാമ ഇബ്രാഹിം എന്ന ആ ഒരു സ്ഥലത്തെ നിങ്ങൾ സ്വീകരിക്കാന്നല്ല പറഞ്ഞത്. മഖാമ ഇബ്രാഹിമിൽ നിന്നും എന്ത് നിങ്ങൾ ഇങ്ങനെ ആക്കുക എന്നാ പറഞ്ഞത്. എന്താക്കാൻ? മുസല്ലയായിട്ട്. മുസല്ല എന്ന് പറഞ്ഞാൽ നമസ്കാര സ്ഥലത്തിനെയാണ് പറയാ. നിസ്കരിക്കുന്ന സ്ഥലം മുസല്ല, ഒരാൾ നിൽക്കുന്ന സ്ഥലം മഖാമ്. കണ്ടില്ല വാക്കുകള്?
മുസല്ല നമ്മൾ സാധാരണ നിസ്കാര പടത്തിന് അല്ലെ മുസല്ല എന്ന് പറയാറുണ്ട്. അതായത് നിസ്കരിക്കാൻ നമ്മൾ കുമ്പിടുന്ന ആ ഒരു സ്ഥലമാണ് ഈ മുസല്ല എന്ന് പറയുന്നത്. മുസല്ല നമ്മളൊരു സാധനമായിട്ട് മുസല്ല നമ്മൾ വാങ്ങിക്കാറുണ്ടല്ലേ. അപ്പൊ ഈ മുസല്ല എന്ന് പറഞ്ഞാൽ നിസ്കാര സ്ഥലം എന്നാണ്. അപ്പൊ മസ്ജിദ് എന്ന വാക്ക് എന്താണ്? സുജൂദ് ചെയ്യുന്ന സ്ഥലത്തിനാണ് നമ്മൾ മസ്ജിദ് എന്ന് പറയുന്നത്. മസ്ജിദിന് ഒരിക്കലും നമ്മൾ മുസല്ല എന്ന് പറയാൻ പറ്റില്ല. പള്ളിയിൽ സുജൂദ് ചെയ്യപ്പെടുന്ന ആ ഒരു സ്ഥലത്തിന് മുസല്ല എന്നല്ല പറയാ, പള്ളിക്ക് നമ്മൾ മസ്ജിദ് എന്നാ പറയാ, സുജൂദ് ചെയ്യുന്ന സ്ഥലം. ഇവിടെ മുസല്ല എന്ന് പറഞ്ഞാൽ അത് എവിടെയും ആകാം ആ മുസല്ല എന്ന് പറയുന്ന സ്ഥലം, ഒരു സ്ഥലം. അത് മസ്ജിദിലുള്ള ആവണമെന്നില്ല. അപ്പൊ ഇവിടെ വത്തഖ്ദു നിങ്ങൾ എടുക്കുക മിൻ മഖാമി ഇബ്രാഹിം, ഇബ്രാഹിം നിന്ന ആ ഒരു ഇടത്തിൽ നിന്നും മുസല്ല നിസ്കാര സ്ഥലത്തെ നിങ്ങൾ ഉണ്ടാക്കുക, നിസ്കാരിക്കുന്ന ഒരു സ്ഥലമാക്കി മാറ്റുക. ഇബ്രാഹിം നബി നിൽക്കുന്ന സ്ഥലത്തെ ഇത് എന്തിനാ പറഞ്ഞത്? ഇബ്രാഹിം നബി എപ്പോ നിന്ന സ്ഥലമാണ്? കഅബ പടുത്തു ഉയർത്തുമ്പോ ഇബ്രാഹിം നബി നിന്ന ഒരു ഇടമുണ്ട്. അതിന്മേൽ നിന്നിട്ടാണ്, ആ ഒരു ശിലയിന്മേൽ ആ കല്ലുമേൽ നിന്നിട്ടാണ് ഇബ്രാഹിം നബി കഅബ പടുത്തുയർത്തുന്നത്. ആ ഇടത്തിനെയാണ് മഖാം ഇബ്രാഹിം എന്ന് പറയുന്നത്. എന്നിട്ട് അള്ളാഹ് പറയാണ് നമ്മളോട് ഒരു കൽപ്പന എന്താണ്? വത്തഖ്ദു മിൻ മഖാം ഇബ്രാഹിം മുസല്ല. രണ്ടാമത് നാം കൽപ്പിക്കുകയും ചെയ്തു. അഹ്ദ് എന്ന് പറഞ്ഞ കരാറ് എന്നൊക്കെ പറയാറുണ്ടല്ലേ. ഇത് ഭയങ്കര ഉറച്ച ഒരു കാര്യത്തിനാണ് അഹിദ്ന എന്ന് പറയാ. അഹിദ എന്നുള്ളത് കൽപ്പിച്ചു, ഞാൻ ഉറപ്പ് വാങ്ങി എന്നൊക്കെ ഉള്ള അർത്ഥം. അഹിദിന അള്ളാഹ് പറയാണ് നാം കൽപ്പിച്ചു, നാം ഉറപ്പ്. ഇബ്രാഹിം, ഇബ്രാഹിമിനോട്, ഇസ്മായിലിനോടും, രണ്ടുപേരോടും കൂടി അള്ളാഹ് പറയാണ് എന്ത്? അവർ രണ്ടുപേരോടാണ് പറയുന്നത് അല്ലെ. രണ്ടുപേരോടും കൂടി അള്ളാഹ് പറയുന്നത് കൊണ്ടാണ് ത്വഹിർ എന്നല്ല പറഞ്ഞത്. ത്വഹിർ എന്ന് പറഞ്ഞാൽ നീ പരിശുദ്ധമാക്കി. ത്വഹിർ എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം വളരെ എളുപ്പമാണ് ഓർക്കാന്. ത്വഹറ യുതഹിറു എന്നാണ് വാക്ക്. തൊഹൂറായ വെള്ളം എന്നൊക്കെ ഇല്ലേ. തൊഹൂറായ വെള്ളം എന്ന് പറഞ്ഞാൽ എന്താ? ശുദ്ധമായ വെള്ളത്തിനാണ് തൊഹൂറായ വെള്ളം. ഫിഖ്ഹിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും തൊഹൂറായ വെള്ളം ഏതൊക്കെയാണെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ ത്വഹറ യുതഹിറു എന്ന് പറഞ്ഞാൽ പരിശുദ്ധമാക്കുക എന്നുള്ള ക്രിയയാണ്. അപ്പൊ ത്വഹറ യുതഹിറു എന്നുള്ള വാക്കിൽ നിന്നുള്ള വെർബാണ് ത്വഹീർ എന്നുള്ളത്. ഈ എങ്ങനെയാണ് വെർബല്ല, സോറി, അമ്രുഫീലാണ്. ത്വഹറ എങ്ങനെയാണ് അമ്രുഫീൽ ഉണ്ടാക്കുക? യൂഷ്വലി അമ്രുഫീൽ ഉണ്ടാക്കുന്നതിന്റെ ഒരു രൂപം എന്ന് പറയുന്നത്, ഒരു വാക്കിനെ ത്വഹറ എന്നുള്ള വാക്ക് മാളിയാണ്, അതിനെ മുലാരിയാക്കുക. യുതഹിറു എന്നാണ് അതിന്റെ മുലാഹിർ, അല്ല മുലാരിയ എന്ന് പറയുന്ന അതിന്റെ യുതഹിറു. അപ്പൊ അതിലുള്ള മുലാറാത്തിന്റെ അക്ഷരം എന്ന് പറഞ്ഞാൽ മുലാരി ആക്കാൻ വേണ്ടി നമ്മൾ കൂട്ടിച്ചേർത്ത അക്ഷരത്തെയാണ് മുലാറാത്തിന്റെ അക്ഷരം എന്ന് പറയാം. അതായത് ഇവിടെ യാ കൂട്ടിയിട്ടാണ് നമ്മൾ എന്താണ് ത്വഹറിന്റെ കൂടെ യാ കൂട്ടിയത് കൊണ്ടാണ് യുതഹിറു ആകുന്നത്. ചെറിയ മാറ്റം അതിനുശേഷം ഉണ്ടെങ്കിലും കൂട്ടിച്ചേർത്ത അക്ഷരം എന്ന് പറയുന്നത് യാ ആണ്. ഈ മുലാരി ആക്കാൻ വേണ്ടി 4 അക്ഷരമാണ് പൊതുവെ മാലിയായ വാക്കിന്റെ കൂടെ 4 അക്ഷരം കൂട്ടിയാണ് മുലാരി ആവുക. ഐനത്ത എന്ന് പറയും അല്ലെ. ഐനത്ത എന്നാണ് ഓർക്കാൻ 4 അക്ഷരം. ആ യാ നൂൻ ത. അല്ലെങ്കിൽ ഏതെങ്കിലും ഒന്ന് ഈ മാലിയുടെ കൂടെ വന്നാൽ അത് മുലാരിയായ വാക്കായി മാറി. ഐനത്ത എന്ന് പഠിക്കും നമ്മൾ, ഐനത്ത. അപ്പൊ ഇവിടെ യാ ആണ് വന്നത്. അപ്പൊ തഹറ യുതഹിറു. അപ്പൊ ഈ തഹറയിലെ ഈ മുലാറത്തിന്റെ അക്ഷരത്തെ ഡ്രോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ നമ്മൾ ഇല്ലാതാക്കി കഴിയുമ്പോഴാണ് അതൊരു അമ്രുഫീലായി മാറുക. അപ്പൊ എന്താവും? എന്നിട്ട് അമ്രുഫീൽ ആകുമ്പോൾ ലാസ്റ്റ് സുക്കൂൻ ഇട്ട് കൊടുക്കുക. അപ്പൊ യുതഹിറൂലെ യാ ഡ്രോപ്പ് ചെയ്താൽ എന്താവും? ത്വഹിറു എന്നായി. അതിന് അമ്രുഫീൽ ആക്കുമ്പോ എപ്പോഴും അമ്രുഫീലിന്റെ ലാസ്റ്റിൽ സുക്കൂനാണ് വരേണ്ടത്. അപ്പൊ അതിന് സുക്കൂൻ ഇട്ട് കൊടുക്കുക. അപ്പൊ ത്വഹീർ എന്നായി അല്ലെ. ത്വഹീർ എന്ന് പറഞ്ഞാൽ അമ്രുഫീലാണ്, നീ പരിശുദ്ധമാക്കി വെക്ക് എന്നായി. മനസ്സിലായല്ലോ അമ്രുഫീൽ എങ്ങനെയാണ് ഉണ്ടാകുന്നത് എന്ന് രൂപമാണ് പറയുക. അതില് ചെറിയ മാറ്റം വരുന്നത് ഇല്ലത്തിന്റെ അക്ഷരങ്ങളായ അലിഫ്, വാവ്, യാ വരുമ്പോ കുറച്ച് മാറ്റം അതിലുണ്ടാവാം. പക്ഷെ അല്ലാതെ കോമൺ ആയിട്ടുള്ള വാക്കുകൾക്കൊക്കെ ഇങ്ങനെയാണ് ഉണ്ടാക്കുന്നത്. അപ്പൊ യുതഹിർ എന്നുള്ളത് ത്വഹിർ എന്നുള്ളതില് പിന്നെ ഇവിടെ 2 പേരോടാണ് അള്ളാഹ് കൽപ്പിക്കുന്നത്. അതുകൊണ്ട് ത്വഹിർ എന്ന് പറയാൻ പറ്റില്ല, ത്വഹിറ എന്ന് പറയണം. ഈ ത്വഹിറ എന്നുള്ള 2 പേരോടല്ലേ. പാല ഹും ഹുമാ ഹുവ ഹുമാ ഹും എന്നൊക്കെ പഠിച്ചില്ല നമ്മള്. അവിടെ ഹുമാ എന്ന് പറഞ്ഞ 2 പേരാണ്. അവർ 2 പേര് ഹുമാ. അപ്പൊ ഒരു ഫതഹിട്ട് നീട്ടുമ്പോൾ എപ്പോഴും 2 പേരോടുള്ള കൽപ്പനയിൽ ഉണ്ടാകുന്നതാണ്. അത് 2 പേര് എന്നുള്ള വാക്കിൽ എപ്പോഴും ഈ ലാസ്റ്റ് അലിഫ് ഉണ്ടാവും. അപ്പൊ ത്വഹിറ, നിങ്ങൾ 2 പേരും അതിനെ പരിശുദ്ധമാക്കി വൃത്തിയാക്കി വെക്കണമെന്ന് ഇസ്മായിലിനോടും ഇബ്രാഹിം നബിയോടും അള്ളാഹു കൽപ്പിച്ചു. ഒരു ഉറപ്പുള്ള ഒരു കരാർ വാങ്ങി. എന്ത് ശുദ്ധമാക്കണം? ബൈത്തിയ, എന്റെ വീട്, എന്റെ ഭവനം. സാധാരണ ബൈത്തി എന്നാണ് പറയാറില്ലേ.
ബൈത്തി എന്ന് പറഞ്ഞാലാണ് എന്റെ വീട്. ബൈത്ത് വീട്, എന്റെ ഭവനം, അല്ലെങ്കിൽ ബൈത്തി എന്റെ ഭവനം. ഇവിടെ എന്തുകൊണ്ട് ബൈത്തിയാന്നായത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവിടെ പിന്നെ നമ്മൾ തജ്വീദ് ഖുർആൻ ചില സ്ഥലങ്ങളിൽ ഇതുപോലെ യാ ഡ്രോപ്പ് ചെയ്യാറുണ്ട്. അത് ഒരു പാരായണത്തിന്റെ നിയമത്തിൽ വരുന്നതാണെന്ന് തോന്നുന്നു ഇവിടെ വന്ന യാ എന്ന് വന്നത്. സാധാരണ നമ്മള് പിന്നെ രണ്ട് സുക്കൂൻ ഒരുമിച്ച് വരുമ്പോ ഫസ്റ്റ് വൺ ഹറക്കത്താക്കി മുതഹരിക്ക് ആക്കാറുണ്ട്. പക്ഷെ ഇവിടെ എന്താ വന്നതിന്റെ കാരണം എനിക്കറിയില്ല. ബൈത്തി അവിടെ സുക്കൂൻ ഒന്നും വന്നിട്ടില്ല. അപ്പോ ലിത്വാഇഫിനാന്നുള്ള, അപ്പൊ അത് ചിലപ്പോ അങ്ങനെ ചില സ്ഥലങ്ങളിൽ ഖുർആൻ തന്നെ യാ ഹൗമി എന്നുള്ളിടത്തിലൊക്കെ യാ ഡ്രോപ്പ് ചെയ്തായിട്ടൊക്കെ കണ്ടിട്ട്, യാ ഹൗമി എന്ന് മാത്രം. വത്തബിഊനി എന്നുള്ളിടത്ത് വത്തബിഊനി എന്ന് പറഞ്ഞിട്ട് ഒറ്റ ഇതില് യാ ഇല്ലാതെയും അങ്ങനെ കണ്ടിട്ടുണ്ട്. അപ്പൊ അത് അങ്ങനെ അങ്ങനെ ഖുർആൻ ഇറങ്ങിയതാന്നും പറയാറുണ്ട് ചിലപ്പോ. ബൈത്തിയ എന്റെ ഭവനത്തെ ലിത്വാഇഫീന, ത്വാഇഫീന എന്ന് പറഞ്ഞാൽ തവാഫ് ചെയ്യുന്നവർ. ഈ വാക്ക് ഓർത്തു വെക്കാൻ എളുപ്പമാണ് കേട്ടോ. അതായത് എന്റെ ഭവനത്തെ നീ പരിശുദ്ധമാക്കി വെക്കണം. ആർക്ക് വേണ്ടി? ലിത്വാഇഫീനും ആക്കിഫീനും വറുക്കായി സുജൂദും. തവാഫ് ചെയ്യുന്നവർക്കും, ആക്കിഫ് എന്ന് പറഞ്ഞാല് ഇത് ഇത്തികാഫ് ഇരിക്കുന്നതിന് ആക്കിഫ് എന്ന് പറയും. ഇത്തികാഫ് ഇരിക്കുന്നവർക്കും റുക്കോഴും സുജൂദും. റുക്കാ എന്ന് പറഞ്ഞ സുജൂദ്, റുക്കോ സുജൂദ് എന്ന് പറഞ്ഞ സുജൂദ് തന്നെ. അപ്പൊ സുജൂദും റുക്കുവും ചെയ്യുന്നവർക്കും ഇത്തികാഫ് ഇരിക്കുന്നവർക്കും തവാഫ് ചെയ്യുന്നവർക്കും എന്റെ ഭവനത്തെ നിങ്ങൾ രണ്ടുപേരും ത്വഹിറ പരിശുദ്ധമാക്കി വെക്കണം എന്ന് ഇസ്മായിലിനോടും ഇബ്രാഹിമിനോടും അഹിദിന നാം കൽപ്പിച്ച ഇത് നിങ്ങൾ കൽപ്പിച്ചിട്ടുണ്ട് എന്നുള്ളത് ഇതാണ് ഈ വാക്കിന്റെ അർത്ഥം, ഈ സെന്റൻസിന്റെ. ഇതിൽ തായിഫ് എന്ന വാക്കിന്റെ ബഹുവചനമാണ് ത്വായിഫീൻ. ഓക്കെ, ത്വായിഫീൻ. ആക്കിഫിന്റെ ബഹുവചനമാണ് ആക്കിഫീൻ. ഇത്തികാഫ് ഇരിക്കുന്നവർ. അപ്പൊ ഇരിക്കുന്നവൻ എന്നുള്ളതിന് എന്താണ്? ആക്കിഫ്. ആക്കിഫ്, ത്വായിഫ് തവാഫ് ചെയ്യുന്നവൻ, ആക്കിഫ് പിന്നെ വചനം ഇരിക്കുന്ന അല്ലെങ്കിൽ ഇത്തികാഫ് ഇരിക്കുന്നവൻ. പിന്നെ അപ്പോ ഈ തവാഫ് ചെയ്യുന്നവർക്കും വചനം ഇരിക്കുന്നവർക്കും. പിന്നെ റുക്ക എന്ന് പറഞ്ഞാല് റുക്കു എന്നുള്ള വാക്കിൽ നിന്ന് വരുന്നതാണ്. റാക്കിയ എന്നാണ് റുക്കു ചെയ്യുന്നവൻ എന്നതിന്റെ വാക്ക് റാക്കിയ. സുജൂദ് ചെയ്യുന്നവൻ എന്നതിന്റെ വാക്ക് എന്താണ്? സാജിദ്. സാജിദ്, സാജിദ് എന്ന് പേരിടാറുണ്ട് അല്ലെ. സാജിദ് എന്ന് പറഞ്ഞാൽ സുജൂദ് ചെയ്യുന്നവൻ. അപ്പൊ സുജൂദ്, അപ്പൊ സുജൂദ്, റുക്കോ കുമ്പിട്ട് നിൽക്കുന്നവർക്കുമൊക്കെ എന്ത് ചെയ്യണം? ഇതിനെ പരിശുദ്ധമാക്കി വെക്കണം. അപ്പൊ ഈ ആയത്തിന്റെ അർത്ഥം മനസ്സിലായല്ലോ. വളരെ സിമ്പിൾ ആണ്. ഇതിൽ ഒന്ന് രണ്ട് വാക്ക് മാത്രമേ പുതിയതായിട്ടുള്ളൂ. മസാബത്ത് പുതിയതാണ്. ബൈത്തൊക്കെ എല്ലാവർക്കും അറിയുന്നതാണ്. നാസ് അറിയുന്നതാണ്. അമ്ന് ഒരു ആളുകൾക്ക് അറിയാം, നിർബയത്ത് എന്നുള്ളത്. പിന്നെ മക്കാമ് നിൽക്കുന്ന സ്ഥലം, മുസല്ലയാണ്, നിസ്കരിക്കുന്ന സ്ഥലമാണ്. പിന്നെ ഇതിൽ എന്താ? ത്വഹിറ എന്നുള്ളത് പരിശുദ്ധമാക്കി വെക്കുക. ത്വായിഫും ആക്കിഫും ഒക്കെ എളുപ്പല്ലേ തവാഫ് ചെയ്യുന്നവർക്ക്. അപ്പൊ ഇതിന്റെ മൊത്തത്തിൽ അർത്ഥം ഒന്നും കൂടി നോക്കാം. വൈദ് ജാൽന, നാം ആക്കിയ സന്ദർഭം, അൽ ബൈത്ത ആ ഭവനത്തെ, ഇവിടെ അതായത് കഅബയെ, മസാബത്തൻ ലിന്നാസി വ അംന, ജനങ്ങൾക്ക് ഒരു അഭയസ്ഥാനം സംഗമിക്കാനുള്ള ഇടമായിട്ടും അംനയായിട്ടും നിർഭയത്വ സങ്കേതമായിട്ടും നിർഭയ സങ്കേതമായിട്ടും. അപ്പൊ അള്ളാഹ് കൽപ്പിക്കുകയാണ് ആൻഡ് ഇത്തഹിദൂ, നിങ്ങൾ സ്വീകരിക്കുക, മഖാം ഇബ്രാഹിം മുസല്ല, ഇബ്രാഹിം നബി നിന്ന ഇടത്തിൽ നിന്നും ഒരു നിസ്കാര സ്ഥലമായിട്ട് നിങ്ങൾ സ്വീകരിക്കുക. അഹിദിന, നാം കരാർ ഉറപ്പ് ഉള്ള ഒരു കൽപ്പനയായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്ത്? അഹിദിന ഇലാ ഇബ്രാഹിമോ ഇസ്മായിലിനോട് ഇബ്രാഹിമിനോട് എന്ത്? ത്വഹിറ, നിങ്ങൾ രണ്ടുപേരും പരിശുദ്ധമാക്കി വെക്കണം. ബൈത്തിയ എന്റെ ഭവനത്തെ. ആർക്ക് വേണ്ടി? ലിത്വായിഫീന വൽ ആകിഫീന വറുക്കഈ സുജൂദ്, തവാഫ് ചെയ്യുന്നവർക്കും ഭജന ഇത്തികാഫ് ഇരിക്കുന്നവർക്കും റുക്കുവും സുജൂദും ചെയ്യുന്നവർക്കും വേണ്ടി. ഈ ആയത്തിന്റെ അർത്ഥം ശരിക്കും മനസ്സിലായല്ലോ. അപ്പൊ ഇതില് നമ്മൾ പറഞ്ഞത് പരിശുദ്ധമാക്കി വെക്കുക എന്നതിന് ശേഷം മലിന വസ്തുക്കളിൽ നിന്നും ചപ്പ് ചവറുകളിൽ നിന്ന് ശുദ്ധീകരിക്കുക എന്ന് മാത്രമല്ല. ഇവിടെ നമ്മൾ മനസ്സിലാക്കണം, അള്ളാഹ് പറഞ്ഞത് ഈ ഇസ്മായിൽ നബിനോട് ഇബ്രാഹിം നബിനോടും ത്വഹിറ എന്ന് പറഞ്ഞല്ലോ. പരിശുദ്ധാക്കുക എന്ന് ഉദ്ദേശിച്ചത് എപ്പോഴും വൃത്തിയായി കൊണ്ടുനടക്കുക എന്നുള്ള ഭൗതിക വൃത്തി, മലിന വസ്തുക്കളൊന്നും ചപ്പ് ചവറൊന്നും ഇടാത്ത ശുദ്ധി മാത്രമല്ല. അതൊരു ശുദ്ധി തന്നെയാണ് ഭൗതികമായിട്ടുള്ള. പക്ഷെ അതിന്റെ ഒപ്പം ദൈവഭവനത്തിന്റെ സാക്ഷാൽ പരിശുദ്ധി ഉണ്ടല്ലോ, അതായത് അതിൽ അള്ളാഹുവിൻ്റെതല്ലാത്ത മറ്റാരുടെയും നാമം ഉച്ചരിക്കപ്പെടാതിരിക്കണം എന്നുള്ളതും കൂടി ആ ശുദ്ധിയുടെ ഒരു ഭാഗം തന്നെയാണ്. അള്ളാഹുവിന്റെ മന്ദിരത്തിൽ വെച്ച് നാഥനും ആരാധ്യനും പ്രാർത്ഥനകൾ സ്വീകരിക്കുന്നവനും ആവലാദികൾ കേൾക്കുന്നവനുമായി അവനെ അല്ലാതെ മറ്റു വല്ലവരെയും വിളിക്കുന്നവർ യഥാർത്ഥത്തിൽ അതിനെ മലിനപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. മനസ്സിലായില്ലേ? അള്ളാഹിന്റെ ഭവനത്തിൽ പോയിട്ട് ബഹുദൈവങ്ങൾ ആരാധിച്ചു കഴിഞ്ഞാൽ അതാണ് ശരിക്കും അശുദ്ധപ്പെടുത്തുക എന്നുള്ളത് പറയുന്നതിന്റെ ഒരു വിവക്ഷ. ഖുറൈശി മുശ്രിക്കുകൾ ചെയ്തുകൊണ്ടിരുന്ന ഒരു കുറ്റത്തിലേക്ക് അതിസൂക്ഷ്മമായ ഒരു സൂചന ഈ വചനം നൽകുന്നുണ്ട്. അതായത് നമുക്കറിയാം, മക്കയില് ഖുറൈശികൾ അങ്ങനെ വിഗ്രഹാരാധന കൊണ്ട് കഅബയെ പൊതിഞ്ഞിട്ടുണ്ടായിരുന്നു.
തങ്ങൾ ഇബ്രാഹിമിന്റെ ഇസ്മായിലിന്റെ പിൻഗാമികളാണെന്നതിൽ ആ അക്രമികൾ അഹങ്കരിച്ചിരുന്നുവെങ്കിലും പിന്തുടർച്ചാവകാശ ബാധ്യതകൾ നിർവഹിക്കുന്നതിന് പകരം അവരതിനെ ചവിട്ടി മെതിക്കുകയാണ് ചെയ്തത്. തന്നി നിമിത്തം ഇബ്രാഹിം അലൈഹി ഇസ്ലാമിനോട് ചെയ്തിരുന്ന വാഗ്ദാനങ്ങളിൽ നിന്ന് ബനു ഇസ്രായേൽ ഒഴിവാക്കപ്പെട്ടതുപോലെ ബഹുദൈവാരാധകരായ ബനു ഇസ്മായിലും പുറന്തള്ളപ്പെട്ടു. അതായത് ഇവിടെ പിന്നെ നമ്മൾ നേരത്തെ പഠിച്ച പോലെ ഇബ്രാഹിം നബീനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ഇബ്രാഹിം നബി ചോദിച്ചില്ലേ എന്റെ സന്തതികളിൽ നിന്നും നേതാവിനെ ആക്കുമോ എന്ന് ചോദിച്ചപ്പോ എന്താ അള്ളാഹ് മറുപടി പറഞ്ഞത്? കഴിഞ്ഞ ആയത്തിൽ ഇല്ല, നിന്റെ സന്തതികളിൽപ്പെട്ട അധർമ്മികൾക്ക് ഈ ഒരു വാഗ്ദത്വം ബാധകമല്ല എന്ന് പറഞ്ഞല്ലോ. അതിൽ പെട്ടതാണ് ഒന്നാമത്തെ കൂട്ട് ബനു ഇസ്രായേലര്. അതിൽ ആ വാഗ്ദാനത്തിൽ നിന്ന് പുറന്തള്ളപ്പെട്ടു. അതായത് നേതാവ് എന്ന ഒരു സ്ഥാനം ബനു ഇസ്രായേലിൽ നിന്ന് എങ്ങനെ ഒഴിവായി എന്നുള്ള കുറെ പരമ്പരയായിട്ട് നമ്മൾ നന്ദികേടിന്റെ കഥ പഠിച്ചു. ഇവിടെ രണ്ടാമതായിട്ട് ഈ ബഹുദൈവാരാധകര് ബനു ഇസ്മായിലിന്റെ മക്കളാണല്ലോ ഈ മക്കയിലുള്ള ഖുറൈശികൾ എന്ന് പറയുന്നത് അല്ലെ. ഇസ്മായിൽ നബി, അതായത് ഹാജറ ബീവിയെ ഇബ്രാഹിം നബി മരുഭൂമിയില് കൊണ്ടാക്കിയപ്പോ ഇസ്മായിലിനെയും കൊണ്ട് കൊണ്ടാക്കി അവസാനം ഇസ്മായിൽ നബി അവിടെ കാലിട്ടടിച്ച് വെള്ളമില്ലാതെ ഹാജറ ബീവി 7 പ്രാവശ്യം സഫ മർവക്കിടയിൽ ഓടി അവസാനം വെള്ളം വന്ന് അവിടെ വെള്ളമുണ്ടായി. അങ്ങനെ ഒരുപാട് ഗോത്രങ്ങൾ അവിടെ വന്ന് താമസിക്കാൻ തുടങ്ങി. വെള്ളം കണ്ടപ്പോ അങ്ങനെ ഇസ്മായിൽ നബി അവിടെ വളർന്നു, പല പല ഗോത്രങ്ങളുടെ ഭാഷ പഠിച്ചു, നല്ല ഭാഷാ നൈപുണ്യം നേടി ശരിക്കും ഇസ്മായിൽ അലൈഹിസ്സലാം. അപ്പൊ അങ്ങനെ വന്ന ബനു ഇസ്മായിൽ എന്ന് പറയുന്നത് ആ ഇസ്മായിൽ നിന്നുണ്ടായ മക്കയിലുണ്ടായ സന്തതികളെയാണ് നമ്മൾ ബനു ഇസ്മായിൽ എന്ന് പറയുന്നത്. ബനു ഇസ്രായേൽ എന്ന് പറഞ്ഞാൽ ബനു എന്ന് പറഞ്ഞാൽ മക്കൾ എന്നാണ്. മക്കൾ, ഇബിന് മകൻ, ബനു എന്ന് വെച്ച് പറയുമ്പോ മക്കൾ. ബനു ഇസ്രായേൽ ആരാ? ഇസ്രായേൽ എന്നറിയപ്പെടുന്ന പ്രവാചകനാണ് യാക്കൂബ് അലൈഹിസ്സലാം അല്ലെ. യാക്കൂബ് അലൈഹിസ്സലാം, യാക്കൂബ് നബിയുടെ പുത്രന്മാരെയാണ് ബനു ഇസ്രായേൽ എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ ഈ ബനു ഇസ്മായിൽ എന്ന് പറയുന്ന ഇസ്മായിലിന്റെ മക്കളാണ്. അപ്പൊ ഈ ബഹുദൈവാരാധകരായ കഅബയെ മൊത്തം ബഹുദൈവാരാധനയിൽ മുഴുക്കിയ ഈ ഒരു കൂട്ടരാണ് ബനു ഇസ്മായിൽ അവസാനം മക്കയിൽ ഉണ്ടായിരുന്നത്. അപ്പൊ അവരും ആ ഒരു നേതാവ് എന്ന സ്ഥാനത്തിൽ നിന്ന് പുറന്തള്ളപ്പെട്ടു. പിന്നീട് എന്താ പറയുക, ഇതില് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നേരത്തെ പറഞ്ഞ പോലെ ഇവര് കഅബ അള്ളാഹുവിന്റെ വാഗ്ദാനം എന്തായിരുന്നു, അള്ളാഹുവിന്റെ കൽപ്പന ഇബ്രാഹിം നബി ഇസ്മായിൽ നബി എത്രയോ മുന്നേ ആ കഅബ ഉണ്ടാക്കുമ്പോ ഉണ്ടായ ഒരു അള്ളാഹിന്റെ വാഗ്ദാനം, നിങ്ങൾ ഒരിക്കലും തന്നെ അതിനെ മലിനപ്പെടുത്തരുത്, ശുദ്ധമാക്കി വെക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ഈ ഖുറൈശികൾ ചെയ്തത് എന്താണ്? ഈ വിഗ്രഹങ്ങളെ ബഹുദൈവാരാധന കൊണ്ട് ഏകനായ അള്ളാഹുവിനെ മാത്രം ആരാധിച്ചുകൊണ്ട് കഅബയെ പരിശുദ്ധപ്പെടുത്തി വെക്കുന്നതിന് പകരം അവർ ഒരുപാട് വിഗ്രഹങ്ങളെ കൊണ്ടുവച്ചുകൊണ്ട് അവിടെ ബഹുദൈവാരാധന നടത്തിയിട്ട് അവരതിനെന്താക്കി മലിനപ്പെടുത്തുകയാണ് ചെയ്തത്. അള്ളാഹു പറഞ്ഞ വാഗ്ദാനത്തിൽ നിന്ന് അവർ ഭയങ്കരമായിട്ട് അതിനെ ചവിട്ടി മെതിച്ചു എന്നാ പറയുന്നത്. ഇവിടെ നമ്മൾ 2-3 കാര്യം കഅബയെ കുറിച്ച് നമുക്ക് പറഞ്ഞിട്ട് ഈ ഒരു ക്ലാസ് അവസാനിപ്പിക്കാം. അതായത് ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മസാബത്ത് എന്ന വാക്കിന് ഈ ആയത്ത് പഠിക്കുമ്പോൾ നമ്മൾ കുറച്ചുകൂടി ഡീപ്പായിട്ട് കാര്യങ്ങൾ അറിയണം. അതായത് ജാലൽ ബൈത്ത മസാബത്ത് എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞാൽ 2-3 അർത്ഥം പറഞ്ഞു. അതുപോലെ തന്നെ ഇബ്രാഹിം അലൈഹിസ്സലാമ് ഈ ഇബ്രാഹിം അലൈഹിസ്സലാമിന് അള്ളാഹു ആണ് കൽപ്പന കൊടുക്കുന്നത് അല്ലെ, കഅബ ഉണ്ടാക്കാനും ആ ഒരു സ്ഥലം കാണിച്ചു കൊടുത്ത് അവിടെ പോവാനും അവിടെ തന്നെ അള്ളാഹ് തെരഞ്ഞെടുത്തുകൊണ്ട് ആകെ ആയിട്ട് ഈ ലോകത്ത് അള്ളാഹുവിനെ ആരാധിക്കാൻ വേണ്ടി നിർമ്മിക്കപ്പെട്ട ഒരേ ഒരു ഭവനം എന്ന് പറയുന്നത് ഈ ഒരു ഗേഹമാണ്. ഇതേപോലെ ഒരു കഅബ ബൈത്തുൽ മാമൂർ എന്ന് പറയുന്ന ആകാശത്തും ഉണ്ട് എന്ന് പറയുന്നു. അവിടെ ഇങ്ങനെ മലക്കുകൾ വലയം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഇടമുണ്ട് എന്ന് പറയുന്നു. ഈ ഒരു കഅബയാണ് ഈ ഭൂമിയില് ഉണ്ടായ ഒരേ ഒരു ഗേഹം എന്ന് പറയുന്നത്. ഇതില് ഈ വത്തഹിദു, ഇവിടെ 1-2 കാര്യം ശ്രദ്ധിക്കാനുള്ളത്. അള്ളാഹുവിന്റെ ഒരു കൽപ്പന ഉണ്ടല്ലോ, വത്തഹിദു മിൻ മഖാം ഇബ്രാഹിം മുസല്ല എന്ന് പറയാറുണ്ട്. നമ്മളൊക്കെ ഉംറക്ക് പോകുമ്പോ മഖാം ഇബ്രാഹിം കണ്ടിട്ടുണ്ടാവും അല്ലെ. ഇതാ ഞാനിവിടെ കാണിച്ച ഇതാണ് മഖാം ഇബ്രാഹിം. ഈ കഅബയുടെ കുറച്ച് ഇവിടെ ആയിട്ട് ഒരു ചെറിയൊരു സാധനം കണ്ടില്ലേ, നമ്മൾ തവാഫ് ചെയ്യുമ്പോ അതിന്റെ ഇടയിൽ കൂടി ഒക്കെ ഇങ്ങനെ പാസ് ചെയ്ത് പോവാറുണ്ട് ആളുകൾ. അപ്പോ ഇതാണ്, അതായത് ഇതിന്റെ രൂപം ഇങ്ങനെയാണ് മഖാം ഇബ്രാഹിം. ഇതിന്റെ ഉള്ളിൽ കാണുന്ന ഒരു രൂപമാണിത്. ഇബ്രാഹിം അലൈഹി സ്വലാമിന്റെ കാലടിപ്പാടുകളാണ് ഈ 2 കാണുന്നതാണ്. അത് അതിന്റെ ഉള്ളിലുള്ളത്. നമ്മൾ ശരിക്കും അതിന്റെ ഉള്ളിൽ എത്തി നോക്കിക്കഴിഞ്ഞാൽ ഇത് കാണാൻ പറ്റും. അപ്പൊ ഇതിന്റെ ഒരു പ്രസക്തി എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ കൽപ്പനയാണ്. ഈ ആയത്തിലൂടെ അള്ളാഹ് പറഞ്ഞതാണ്, നിങ്ങൾ സ്വീകരിക്കണം ഈ മഖാം ഇബ്രാഹിം മുസല്ല, ഇബ്രാഹിമിന്റെ ആ നിന്ന ഇടത്തിൽ നിങ്ങൾ മുസല്ല നിസ്കാര സ്ഥലമായി സ്വീകരിക്കണം.
ഇതിനെ ഈ ഒരു അള്ളാന്റെ കൽപ്പനയെ രണ്ട് അഭിപ്രായത്തിലാണ് പണ്ഡിതന്മാർ കണ്ടിരിക്കുന്നത്. ഒന്നാമത്, ആ ഒരു ഇബ്രാഹിമിന്റെ സ്ഥലത്തു നിന്ന് ഒരു ഭാഗത്തെ നിങ്ങൾ നമസ്കാര സ്ഥലമാക്കി എടുക്കുക എന്നാണ് അള്ളാന്റെ കൽപ്പന ഉള്ളത്. അതായത് പിന്നെ ഇതിൽ ഒരു അഭിപ്രായം എന്ന് പറയുന്നത്, കഅബക്കടുത്ത് സ്ഥിതി ചെയ്യുന്ന ഇബ്രാഹിം മക്കാം എന്നറിയപ്പെടുന്ന ശിലയാണ് ഈ ഒരു മക്കാം ഇബ്രാഹിം എന്നാണ് പറയുന്നത്. ആ കല്ലിൽ കയറി നിന്നായിരുന്നു ഇബ്രാഹിം അലൈഹിസ്സലാം കഅബ പടുത്തുയർത്തിയത്. അപ്പൊ ഈ കാൽപ്പാട് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതായത് ഇവിടെ ഒരു കല്ലുണ്ട്, ആ കല്ലിന്റെ മേലെ നിന്നിട്ടാണ് പ്രവാചകൻ ഈ കഅബന്റെ മേലെ കല്ല് വെച്ച് ഒരു ബിൽഡിംഗ് ഉണ്ടാക്കുന്ന ആ ഒരു പണിയിൽ ഏർപ്പെട്ടത് ഇതിന്മേൽ കയറി നിന്നിട്ടാണ് എന്നുള്ളതാണ്. അപ്പൊ രണ്ട് അഭിപ്രായത്തിൽ, ഒന്ന് അദ്ദേഹത്തിന്റെ കാൽപ്പാട് പതിഞ്ഞ ഈ ഒരു അദ്ദേഹം കയറി നിന്നപ്പോൾ ആ ഒരു കല്ല് അവിടെ അടയാളം ആയി വന്നതാണ് എന്ന് ഒരു അഭിപ്രായം. മനസ്സിലായില്ല? അദ്ദേഹം അതിന്റെ മേലെ കയറി നിന്ന് പണി ചെയ്തപ്പോ അദ്ദേഹം ഇറങ്ങുമ്പോ അവിടെ ഒരു പാട് വന്നു ആ കല്ലുമ്മൽ എന്നാണ് ഒരു അഭിപ്രായമുള്ളത്. രണ്ടാമത്തെ അഭിപ്രായം, പ്രവാചകന് ഈ കല്ലുമ്മ കയറി നിൽക്കുമ്പോ ഒരു ഗ്രിപ്പ് കിട്ടാൻ വേണ്ടി, അല്ലെ, നമ്മള് അങ്ങനെ ഒരു പിടുത്തം ഇങ്ങനെ വൈക്കി പോവാതിരിക്കാൻ വേണ്ടിയിട്ട് പ്രവാചകൻ ആദ്യം തന്നെ കാലിന്റെ ഒരു പടി പോലെ ഒരു സാധനം, ഒരു ഡിപ്രഷൻ പോലെ ഉണ്ടാക്കി, ഒരു കുഴി പോലെ ഉണ്ടാക്കിയിട്ട് അവിടെ നിന്നിട്ട് പണി ചെയ്യാൻ വേണ്ടി ഒരു ഇടം ആദ്യം ഉണ്ടാക്കിയിട്ടാണ് കയറിയത് എന്നും രണ്ട് അഭിപ്രായമായിട്ട് പറയുന്നുണ്ട്. അപ്പോ നമ്മള് അങ്ങനെ രണ്ട് അഭിപ്രായം ഇവിടെ ഉള്ളത് കേട്ടോ. ഒന്ന് തെന്നിപ്പോവാതിരിക്കാൻ ഉണ്ടാക്കിയതും, ഒന്നാമത്തെ അഭിപ്രായം ആദ്യം കയറി നിന്നപ്പോ ഉണ്ടായ അടയാളാണെന്നുള്ള രണ്ട് അഭിപ്രായം. ഇതിന് നമ്മൾ സാധാരണ തവാഫ് 7 വട്ടം ചുറ്റി കഴിഞ്ഞാൽ നമ്മൾ നമസ്കരിക്കുന്ന 2 റക്അത്ത് സുന്നത്ത് നമസ്കരിക്കാനുണ്ടല്ലോ, അത് നമസ്കരിക്കേണ്ടത് ഈ മക്കാം ഇബ്രാഹിമിന്റെ ബാക്കിൽ നിന്നായിരിക്കണം എന്നുള്ളൊരു കണ്ടീഷൻ ഉണ്ട്. തവാഫ് ചെയ്യുമ്പോ നമ്മൾ നോക്കേണ്ട, നിസ്കരിക്കാൻ നമ്മൾ തെരഞ്ഞെടുക്കുമല്ലോ ഒരിടം, അതെന്താണെങ്കിലും ഇതിന്റെ മുന്നിൽ നിന്നൊരിക്കലും നിസ്കരിക്കാൻ പാടില്ല. മക്കാമിന്റെയും ഈ കഅബയുടെ ഇടയിൽ ഒരിടം ഉണ്ടാവുമല്ലോ, കുറച്ച് ആൾക്കാർ തവാഫ് ചെയ്യുന്ന, അവിടെ നിസ്കരിക്കാൻ പാടില്ല. ഇതിന്റെ ബാക്കിൽ മാറിയിട്ടാണ് നിസ്കരിക്കുന്നത്. ബാക്ക് എന്ന് പറയുമ്പോൾ കുറെ അങ്ങ് ബാക്കിലായാലും കുഴപ്പമില്ല, കുറച്ച് അടുത്ത് തന്നെ ബാക്കിലായാലും ഓക്കെയാണ്. അടുത്ത് ബാക്കിൽ എന്ന് പറയുന്നത് അതിന്റെ അടുത്ത് തന്നെ നിസ്കരിക്കുന്നവരുണ്ട്. തവാഫിന്റെ ഇടയിൽ അവിടെ തന്നെ നിസ്കരിക്കണം എന്ന് ആശ പിടിച്ചിട്ട് ആൾക്കാർ തവാഫിന്റെ ചെയ്യുന്നതിന്റെ ഇടയിൽ ഉണ്ടാവും നിസ്കരിക്കുന്ന അവിടെ. പക്ഷെ അത് നിർബന്ധമല്ല. അങ്ങനെ അതിന്റെ ബാക്കിലാവുക എന്നുള്ള കണ്ടീഷനുള്ളൂ. അപ്പൊ കുറച്ചും കൂടി ആളുകൾ തവാഫ് ചെയ്യുന്നതിൽ നിന്നൊക്കെ വിട്ടിട്ട് അങ്ങോട്ട് ആളുകളെ ബുദ്ധിമുട്ടിക്കാതെ പോയി നിസ്കരിച്ചാലും അതിന്റെ ആ കണ്ടീഷൻ പാലിക്കപ്പെടും എന്നുള്ളതാണ്. ഇവിടെ പിന്നെ മക്കയിലെ അപ്പൊ ഇവിടെ ഈ മക്കാം ഇബ്രാഹിം മുസല്ല എന്ന് പറഞ്ഞപ്പോ അവിടെ പറയുന്നത്, ഈ വാക്കിനെ ഇബ്രാഹിം നബിയുടെ നിന്ന ഈ ഇടത്തെ മാത്രം മുസല്ല ആക്കാനല്ല പ്രവാചകൻ ഒരു അർത്ഥത്തിൽ പറയുന്നത്. കുറച്ചും കൂടി ഒരു അർത്ഥം പറയുന്നത്, ആ ഒരു ഇടം മാത്രം നിസ്കാരമാക്കാനാണ് അള്ളാഹു പറഞ്ഞത് എന്നുള്ള മുസല്ല, മക്കാം ഇബ്രാഹിം മുസല്ല എന്നുള്ള വളരെ ചെറിയ അർത്ഥത്തിൽ പറയുകയാണെങ്കിൽ അത് ആ ഒരു സ്ഥലത്ത് നിങ്ങൾ ഇടമാക്കുക എന്നൊരു അർത്ഥമുണ്ട്. പക്ഷെ കുറച്ചും കൂടി വിശാലമായിട്ട് ഇതിനർത്ഥം കൊടുക്കുകയാണ് പണ്ഡിതന്മാർ പറഞ്ഞത്. ആ ഒരിടം പ്രവാചകൻ കഴിച്ചു കൂട്ടിയ സ്ഥലം, ഈ മക്കാമ് എന്നതിന് വെറും നിന്ന ഒരു സ്ഥലം എന്നതിലുപരി ആ ഇബ്രാഹിം അലൈഹിസ്സലാം ആ ഒരു ദിവസങ്ങളിൽ കഴിച്ചു കൂട്ടിയ ഒരു ഇടമാണല്ലോ ആ ഒരു കഅബക്ക് ചുറ്റും എന്ന് പറയുന്നത്. മനസ്സിലായോ? ആ കഅബ ഉണ്ടാക്കാൻ വേണ്ടി അദ്ദേഹം ഒരു കല്ലുമ്മൽ കയറി എന്നുള്ളത് സത്യമാണ്. അപ്പൊ അദ്ദേഹം നിന്ന സ്ഥലത്തെ മാത്രമായിട്ടല്ല മുസല്ലയാക്കാൻ പറഞ്ഞത്, മറിച്ച് അദ്ദേഹം കഴിച്ചു കൂട്ടിയ ഒരു ഇടം, അദ്ദേഹം പാർത്ത ആ ഒരു സ്ഥലം എന്നുള്ള അർത്ഥത്തിലാണ് ഇവിടെ മിൻ മഖാം ഇബ്രാഹിം എന്നുദ്ദേശിച്ച് അങ്ങനെ പറഞ്ഞത് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ കഅബക്ക് ചുറ്റും നമ്മൾ മസ്ജിദുൽ ഹറാം ഉണ്ടല്ലോ, ഹറം എന്ന് പറയുന്ന ആ പരിശുദ്ധ ഒരു സ്ഥലം മുഴുവൻ അതിൽ പെട്ടു എന്നാണ് പറയുന്നത്. മനസ്സിലായില്ലേ? നമുക്കറിയാം ഈ പള്ളി, അതിന് ചുറ്റുമുണ്ടാക്കിയ പള്ളി എന്തോരം വലിയതാണ് അല്ലെ. ആളുകളെ ഉൾക്കൊള്ളാൻ വേണ്ടി കുറെ വർഷങ്ങൾക്ക് ശേഷം വീണ്ടും അതിനെ വികസിപ്പിച്ച് ഒരു വലിയൊരു ഏരിയ ഹറമായിട്ട് മാറിയിട്ടുണ്ട്. ഹറം എന്ന് പറയുന്നതാണ് ഈ നമസ്കാര സ്ഥലമാക്കാൻ വേണ്ടി അള്ളാഹു കൽപ്പിച്ച ഈ മക്കാം എന്ന് പറയുന്ന കുറച്ചും കൂടി വിശാല അർത്ഥത്തിൽ ഉൾക്കൊള്ളുമ്പോ ഈ ഹറം പരിസരം മുഴുവൻ അതിൽ ഉൾക്കൊണ്ടു എന്ന് പറഞ്ഞിട്ടാണ് അങ്ങനെ പള്ളി അവിടെ വന്നിരിക്കുന്നത് എന്നാണ് പറഞ്ഞു വന്നത് കേട്ടോ. അപ്പോ ഇവിടെ അങ്ങനെ മഖാം ഇബ്രാഹിം മുസല്ല മനസ്സിലായി. ഇനി വാഹിദിന ഇല എന്ന് പറഞ്ഞില്ലേ, ഇവിടെ ഒരു വാക്ക് പ്രയോഗിച്ചു അള്ളാഹ് ഇസ്മായിൽ നബിനോടും
ഇബ്രാഹിം നബിനോട് പറഞ്ഞപ്പോ ഞാൻ കാല എന്നല്ല അല്ല പ്രയോഗിച്ചത്. കാല എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞാൽ പോരെ. ഇബ്രാഹിം നബിനോട് ഇസ്മായിൽ നബിനോട് ഞാൻ കാല എന്ന് പറഞ്ഞാൽ മതി അള്ളാഹു, അല്ലെങ്കിൽ കുൽന എന്ന് പറഞ്ഞാൽ മതി. പൊതുവെ അങ്ങനെയല്ല ഞാൻ പറഞ്ഞു എന്ന്, അങ്ങനെയല്ല. ആഹിദ്ന എന്ന വാക്ക് ഉപയോഗിക്കുന്നത് കുറച്ചും കൂടി ബലിഷ്ഠമായിട്ട് പറയുന്നതിനാണ് അത് പറയാ. കാരണം വെച്ചാല് പിന്നെ ഈ അഹിദ് ഇല എന്ന വാക്കിന്റെ പ്രയോഗം കുറച്ചും കൂടി കട്ടിയാണ്. അതായത് ആദൻ നബി ഖുറാനിൽ വേറെ സ്ഥലത്ത് ഇത് ഉപയോഗിച്ച സ്ഥലം എന്ന് പറയുന്നത്, ആദൻ നബിയെ ആ ഒരു വിലക്കപ്പെട്ട കനിയുണ്ടല്ലോ, മരത്തിനോട് നീ അടുക്കരുത് എന്ന് പറഞ്ഞ ഒരു കൽപ്പന കൽപ്പിച്ചത് ഈ ഒരു വാക്ക് ഉപയോഗിച്ചിട്ടാണ്. മനസ്സിലായോ? വലഖദ് അഹിദ്ന ഇല ആദം എന്നാ ഉപയോഗിച്ചത്. അപ്പൊ അത്രക്കും വളരെ സ്ട്രിക്റ്റ് ആയിട്ട് ഒരു സാധനം പ്രോഹിബിറ്റഡ് എന്നൊക്കെ പറയില്ല നമ്മള്, അങ്ങനെ പറയുന്ന ഒരു ഇതായിട്ട് പറയുന്ന ഒരു വാക്കാണ് അഹിദ്ന എന്ന് പറയുന്നത്. അതുപോലെ തന്നെയാണ് സൂറത്ത് യാസീന് അലം ആഹദ് ഇലൈക്കും എന്ന് പറഞ്ഞിട്ടാണ് ഈ പിശാചിനെ നിങ്ങൾ അനുസരിക്കാതിരിക്കണം എന്ന് പറയും. അലം അതിലേക്ക് യാബനി അല്ലാ താബുദു ഷെയ്ത്താൻ അല്ലെ, ആ ഒരു ഷെയ്ത്താനെ നിങ്ങൾ അനുസരിക്കരുത് എന്ന് പറഞ്ഞത് അവിടെ ഉപയോഗിച്ച വാക്ക് അഹദ് എന്നാണ്. ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ, അല്ലെങ്കിൽ ഇത് പറഞ്ഞിട്ട് അങ്ങനെ. അതാണ് ഈ അഹിദ്ന എന്ന വാക്കിന്റെ ഒരു ഗൗരവമാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. പിന്നെ ഇബ്രാഹിം ഇസ്മായിൽ ത്വഹിറ എന്ന് പറഞ്ഞല്ലോ, പരിശുദ്ധമാക്കുക എന്ന് നേരത്തെ പറഞ്ഞ പോലെ രണ്ടർത്ഥത്തിലുണ്ട്. ഒന്ന് ഭൗതിക പരിശുദ്ധി, അതായത് വൃത്തികേടുകളിൽ നിന്നെല്ലാം വൃത്തിയാക്കി ശുദ്ധമാക്കി വെക്കുക. അതായത് നമുക്കറിയാം, കഅബയില് പോയ ആളുകൾക്കറിയാം, മുഴുവൻ സമയവും അവിടെ ക്ലീനേഴ്സ് ഇങ്ങനെ 24 മണിക്കൂർ എന്ന തോതിൽ അവിടെ പണിയെടുത്തുകൊണ്ടിരിക്കണം. നമ്മളൊന്ന് ചവിട്ടിയാൽ അതുപോലെ അവര് വൃത്തിയാക്കി വെക്കും ല്ലെ. ഒരു മഴയൊക്കെ പെയ്തു കഴിഞ്ഞാൽ നമുക്കറിയാം, ആളുകൾ അവിടെ ഇങ്ങനെ വെള്ളമൊക്കെ വേഗത്തിൽ അവർ ക്ലീൻ ആക്കി. ഇത്രയും ആളുകൾ കൂടുന്ന ഒരു സ്ഥലത്ത് നമുക്ക് ഒരു കച്ചറ പോലും ഒരു മൂലയിൽ പോലും കാണാൻ പറ്റില്ല. നല്ല ഒരു മണവും നല്ല മണത്തോടു കൂടി അതിനെ പരിശുദ്ധമാക്കി ഇങ്ങനെ വെട്ടിത്തിളങ്ങുന്ന പോലെയാണ് ഇത്രയും ജനങ്ങള് നടന്നു പോകുന്ന ആ ഒരിടമുള്ളത്. നിങ്ങൾ നോക്കി വേറെ ഏതെങ്കിലും ഒരിടം, ഇത്രയും ജനങ്ങൾ കൂടുന്ന ഏതെങ്കിലും ഒരിടം ഇത്ര പരിശുദ്ധമായതും വൃത്തിയുള്ളതും ഉണ്ടോ എന്നുള്ളത് ഒന്ന് ആലോചിച്ച് നോക്കി. അത്രക്കും വൃത്തിയാണ് മക്കയിൽ അവരതിനെ കൊണ്ടു നടക്കുന്ന ഒരു വൃത്തി. അപ്പൊ ത്വഹിറ അത് ഭൗതിക പരിശുദ്ധി. അപ്പൊ നേരത്തെ പറഞ്ഞ പോലെ വേറെ ഒരു പരിശുദ്ധി എന്ന് പറയുന്നത്, അത് ഒരിക്കലും തന്നെ അള്ളാഹു അല്ലാത്ത ഒരു ഇതിനെയും അതിനെ വിട്ടുകൊടുക്കാൻ പാടില്ല ഭൗതികമായിട്ടുള്ളതില്. ഇവിടെ പലപ്പോഴും ഉണ്ടാകുന്ന ഒരു ചോദ്യം എന്താന്ന് വെച്ചാൽ, പല ആളുകളും പറയാറുണ്ട് എന്തുകൊണ്ടാണ് കഅബ ഈ ടൂറിസ്റ്റുകൾക്ക് തുറന്നു കൊടുക്കാത്തത് എന്നുള്ളത്. അതായത് അമുസ്ലിങ്ങളായ അല്ലെങ്കിൽ ടൂറിസ്റ്റുകൾ ഒക്കെ കാണാനും അതൊന്ന് സന്ദർശിക്കാനും എന്തുകൊണ്ടാണ് എന്താണിത് വിട്ടുകൊടുക്കാത്തത് എന്ന് പലപ്പോഴും വലിയ സങ്കുചിതവും ഒരു അസഹിഷ്ണുതയാണ് എന്നൊക്കെ പറഞ്ഞ് ചിലർ വിമർശിക്കുന്നത് കാണാം. നിങ്ങൾ തന്നെ കേട്ടിട്ടുണ്ടാവും, നിങ്ങളെ കഅബയിൽ മുസ്ലിങ്ങൾക്ക് മാത്രമല്ലേ വരാൻ പറ്റുള്ളൂ, എന്താ അങ്ങനെ എന്ന് ചോദിക്കുന്നത് കേട്ടിട്ടുണ്ടാവും. അത് ശരിയാണ്, അങ്ങനെ തന്നെ പറ്റുള്ളൂ. കാരണം എന്താന്ന് വെച്ചാൽ ഇത് ടൂറിസ്റ്റുകൾക്കുള്ളതല്ല. ഇവിടെ അള്ളാഹ് പറഞ്ഞ 2-3 കണ്ടീഷൻ ഉണ്ട്. ഇവിടെ ഹറാമാക്കപ്പെട്ട കാര്യം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പരിശുദ്ധമാക്കുക എന്ന് പറഞ്ഞാല് അവിടെ വിനോദം പാടില്ല, തമാശ കളിക്കാൻ പാടില്ല, ബഹളം വെക്കുക, വാദ്യാഘോഷങ്ങള്, നൃത്തം, പാട്ട് തുടങ്ങിയവ ഒന്നും തന്നെ അവിടെ അനുവദനീയമല്ല എന്നുള്ള തരത്തിലും കൂടിയാണ് ഇവിടെ അള്ളാഹു ത്വഹിറ എന്ന് പറയുന്നത്. നിങ്ങൾ പരിശുദ്ധമാക്കി വെക്കണം എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ വൃത്തികെട്ട സംസാരങ്ങളോ ആക്ഷനുകളോ കാണിക്കാനുള്ള ഒരു ഇടമല്ല, നിങ്ങൾക്ക് കളിച്ച് രസിക്കാനുള്ള വിനോദത്തിനുള്ള ഇടമല്ല കഅബ എന്നുകൂടി പരിശുദ്ധമാക്കുന്നതിൽ പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ടൂറിസ്റ്റുകൾക്ക് അങ്ങനെ ഒരു കാണാനുള്ള അല്ലെങ്കിൽ ഒരു വിനോദത്തിനുള്ള ഒരു ഇടമായിട്ടല്ല അവിടെ പ്രവേശിപ്പിക്കാത്തത് എന്ന് പറയണം. പിന്നെ കേവലം ടൂറിസ്റ്റുകളായി മുസ്ലിങ്ങൾക്കും അവിടെ പ്രവേശിക്കാൻ പാടില്ല, അതും കൂടി നമുക്ക് പറയാം അവരോട്. കാരണം താങ്കൾ ഒരു മുസ്ലിമായി എന്നതുകൊണ്ട് മാത്രം കഅബ വെറുതെ കണ്ടു പോവാൻ പറ്റില്ല. നിങ്ങളുടെ നിയ്യത്ത് എന്തായിരിക്കണം? വെറുതെ കാണുക എന്ന ടൂറിസ്റ്റായി വരാനല്ല, മറിച്ച് അവിടെ വരുമ്പോഴുള്ള ഉദ്ദേശം അള്ളാഹുവിന് വചനം ഇരിക്കുക, അതുപോലെ തവാഫ് ചെയ്യുക, റുക്കാ സുജൂദ് എന്ന് പറഞ്ഞാൽ നിസ്കരിക്കുക എന്നുള്ള ഉദ്ദേശത്തിൽ മാത്രമാണ് അതിന്റെ ഉള്ളിലേക്ക് ഒരു മുസ്ലിം ആണെങ്കിൽ പോലും പ്രവേശിക്കാൻ അനുവാദമുള്ളൂ എന്നാണ്. മനസ്സിലായില്ലേ? അപ്പൊ ഏകനായ അള്ളാഹുവിനെ ആരാധിക്കുക എന്നവനാവുകയും വേണം, ഒപ്പം അവന്റെ നിയ്യത്ത് ഈ 3 കാര്യങ്ങൾക്കാവുകയും വേണം. എന്നാൽ മാത്രമേ കഅബയിൽ പ്രവേശനം ഉള്ളൂ എന്നുള്ളത്. അപ്പൊ അത് അമുസ്ലിങ്ങൾക്ക് എന്നുള്ളതല്ല. അപ്പൊ നമ്മളത് മനസ്സിലാക്കണം. അപ്പൊ നമുക്ക് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഞാൻ പ്രത്യേകം ആളുകൾ നമ്മളോട് ചോദിക്കുമ്പോൾ നമ്മൾ അതിന്റെ ലോജിക്കോട് കൂടി തന്നെ ഉത്തരം കൊടുക്കുമ്പോഴാണ് ആളുകൾക്ക് അത്
നമ്മൾ സങ്കുചിത മനസ്കരല്ല. പാർഷ്യാലിറ്റി, അതായത് ഒരു പ്രത്യേക വിഭാഗത്തോട് എന്നുള്ളതല്ല, അതിന്റെ ഒരു പരിശുദ്ധതയാണ് അവിടെ പറയുന്നത്. പിന്നെ ഇവിടെ ഇതുപോലെ പക്ഷെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, മുസ്ലിങ്ങളുടെ മറ്റ് ഇടങ്ങളിലെല്ലാം ടൂറിസ്റ്റുകളെ കയറ്റാറുണ്ട് അല്ലെ. പല രാജ്യങ്ങളിലും പലതരത്തിലുള്ള പള്ളികളുണ്ട്, മഹല്ലുകളുണ്ട്, മസാറുകളുണ്ട്, ഇതുപോലെ പല ബിൽഡിങ്ങുകളൊക്കെ ഉണ്ട്. അവിടെയൊക്കെ ടൂറിസ്റ്റുകൾക്ക് പോവാൻ അനുവാദമുണ്ട് അല്ലെ. നമുക്കറിയാം UAE-യിലൊക്കെ തന്നെ ഷെയ്ഖ് സായിദ് മോസ്ക് പോലെയുള്ള ഒരുപാട് ഒക്കെ ഖത്തറിലൊക്കെ ഇവിടെ ഉണ്ട്. പിന്നെ ഇവിടെ എന്താ പറയാ, ഇവിടെ സൂഖ് വാക്കിഫിലും ഇവിടെയൊക്കെ തന്നെ ഒരുപാട് പള്ളികളിലൊക്കെ ടൂറിസ്റ്റുകൾക്ക് പ്രത്യേകം അനുമതിയും അവർക്കെല്ലാം കാണാനും ഒക്കെ ഉണ്ട്. പക്ഷെ കഅബ എന്ന് പറയുന്നത് അതിൽ നിന്നും വ്യത്യസ്തമാണ്, നമുക്ക് മനസ്സിലാക്കണം. പിന്നെ ഇവിടെ ഒന്ന് രണ്ട് കാര്യമുള്ളത്. ഒന്ന്, തായിഫ് എന്ന് പറഞ്ഞ തവാഫ് ചെയ്യുന്നവർ എന്നാണ്. ഈ തവാഫിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ട ഒന്ന് രണ്ട് കാര്യം. തവാഫ് എന്ന് പറയുന്നത് കഅബയെ ചുറ്റുന്നതിനാണ് തവാഫ് എന്ന് പറയാം. അതിന്റെ എണ്ണം രീതിയൊക്കെ പ്രവാചകൻ നമുക്ക് കാണിച്ചിട്ടുണ്ട്. 7 പ്രാവശ്യമാണ്, എവിടെ നിന്നാണ് തുടങ്ങേണ്ടത്, ഏത് ഭാഗത്താണ് കഅബ ആവേണ്ടത് എന്നൊക്കെ ഉംറ ചെയ്തവർക്കൊക്കെ എല്ലാവർക്കും അറിയാം. അപ്പൊ അത് തന്നെയായിരുന്നു, ഈ തവാഫ് തന്നെയാണ് ഇബ്രാഹിം നബിയുടെ രീതിയും എന്നാണ് മനസ്സിലാവുന്നത്. മനസ്സിലായില്ലേ? അതായത് അതിൽ തവാഫിന്റെ രൂപത്തിൽ ഇബ്രാഹിം നബിയുടെയും നമ്മുടെ പ്രവാചകന്റെ രീതികളിൽ വ്യത്യാസമില്ല എന്ന് പറയുന്നു. അതുപോലെ തന്നെ ഈ തവാഫ് എന്ന് പറയുന്ന ഒരു തരം നമസ്കാരം കൂടിയാണ്. എന്തുകൊണ്ടാ? തവാഫ് ചെയ്യാൻ വുളു നിർബന്ധമാണ് അല്ലെ. തവാഫ് ചെയ്യാൻ ഔറത്ത് മറക്കണം, വുളു നിർബന്ധമാണ്. പൂർണ്ണമായും നമ്മൾ അള്ളാഹുവിലേക്ക് മനസ്സ് വെച്ചുകൊണ്ട് വേണം ചുറ്റാൻ. ഭൗതിക കാര്യങ്ങളൊന്നും ആലോചിച്ചിട്ടല്ല, അള്ളാഹുവിന്റെ ഒരു ഭവനത്തെ ചുറ്റുക എന്നുള്ള നിയത്തോടു കൂടി തന്നെ അത് നമ്മൾ അങ്ങനെ ചെയ്യണം. അപ്പൊ അതൊരു നമസ്കാരത്തിന്റെ ഒരു രൂപം തന്നെയാണ്. അതിന്റെ കണ്ടീഷനൊക്കെ പാലിക്കണം എന്നുള്ളതാണ്. അപ്പൊ അതേപോലെ തന്നെയാണ്. പക്ഷെ ഈ ഒരു നമസ്കാരത്തിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ, ഇത് കഅബന്റെ അടുത്ത് മാത്രം തവാഫ് നടക്കുള്ളൂ. നമസ്കാരം എന്ന് പറയുന്നത് ലോകത്തിന്റെ ഏത് ഭാഗത്തും നമുക്ക് അള്ളാനെ വിചാരിച്ച് നമസ്കരിക്കാം മുള കൊടുത്തിട്ട്. പക്ഷെ തവാഫ് എന്ന് പറയുന്നത് കഅബ കണ്ടുകൊണ്ട് തന്നെയുള്ള ചെയ്യുന്ന, കഅബയുടെ അടുത്ത് നിന്ന പരിസരത്ത് ചെയ്യേണ്ട കർമ്മം ആണ് ഉള്ള വ്യത്യാസമാണ്. പിന്നെ അതുകൊണ്ട് ഈ ഒരു കാര്യം കഅബ പറഞ്ഞപ്പോ ഇവിടെ അള്ളാഹ് പറഞ്ഞ ആദ്യത്തെ കാര്യം തവാഫിനെ കുറിച്ചാണ് കേട്ടോ. ഈ നിസ്കാരം എന്ന് പറയുന്നതിനേക്കാൾ മുമ്പ് അള്ളാഹ് പറഞ്ഞ ഈ ത്വാഇഫീന എന്നാണ് ഫസ്റ്റ് പറഞ്ഞത്. കാരണം തവാഫിന് അത്രയും പ്രാധാന്യമുണ്ട്. നമ്മൾ ആരെങ്കിലും മക്കയിൽ പോകുമ്പോ കഅബന്റെ അടുത്ത് ചെല്ലുമ്പോ ആദ്യം ചെയ്യേണ്ടത് ഒരുപാട് നമസ്കരിക്കുക, ഹറമ് കയറി കുറെ നമസ്കരിക്കുക എന്നതിലുപരി നമ്മൾ ചെയ്യേണ്ടത് കഴിയുന്നതിന്റെ പരമാവധി തവാഫ് ചെയ്യാന്നുള്ളത്. എത്രമാത്രം തവാഫിന് അവസരം കിട്ടുന്നു അതെപ്പോഴും ഉപയോഗിക്കുക. അല്ലാതെ നമസ്കാരം നമുക്ക് ലോകത്തിന്റെ ഏത് ഭാഗത്തു നിന്നും നമുക്ക് ചെയ്യാൻ പറ്റും. പക്ഷെ തവാഫ് എന്ന് പറയുന്നത് അവിടെ എത്തിയാൽ മാത്രം ചെയ്യാൻ പറ്റുന്ന ഒരു പുണ്യകർമ്മം ആയതുകൊണ്ടാണ്, അതിന്റെ പ്രാധാന്യവും വളരെയധികം പ്രാധാന്യം ഉള്ളത് കൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. പിന്നെ ഇത് അതുപോലെ തന്നെ ഇവിടെ രണ്ടാമത് പറഞ്ഞത് ആക്കിഫ് എന്ന് പറഞ്ഞില്ലേ, ഇത്തിക്കാഫ് ഇരിക്കുക. ഇത്തിക്കാഫ് എന്ന് പറഞ്ഞാൽ എന്താണ്? അത് ധ്യാനിക്കുക, ഭജനമിരിക്കുക, അതായത് വിചാരപരമായ വിഭാഗത്തിൽ ഏർപ്പെടുക എന്നുള്ളതിനാണ് ഇത്തിക്കാഫ് ഇരിക്കുക എന്ന് പറഞ്ഞത്. മനസ്സുകൊണ്ട് പൂർണ്ണമായിട്ടും അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് ആ നിയത്തോടുകൂടി ഒരാൾ ഒരു പള്ളിയിൽ കഴിച്ചു കൂട്ടുന്നതിനാണ് ഇത്തിക്കാഫ് എന്ന കർമ്മം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പൊ അതിനു വേണ്ടിയും ഹറമിലേക്ക് നമുക്ക് ആ ഒരു സ്ഥലത്ത് പോകുന്നതിൽ വിരോധമില്ല, അത് ചെയ്യാവുന്നതാണ്. പിന്നുള്ളത് വറുക്കായി സുജൂദ്. ഇവിടെ റുക്കു ചെയ്യുന്നവർക്കും സുജൂദ് ചെയ്യുന്നവർക്കും ഉദ്ദേശിച്ചത് നമസ്കരിക്കുന്നവർക്ക് എന്ന അർത്ഥത്തിലാണ് അത് പറഞ്ഞത്. പക്ഷെ ഇവിടെ എന്തുകൊണ്ട് റുക്കായി സുജൂദ് എന്ന് പറഞ്ഞതിൽ രണ്ട് കാര്യം നമുക്ക് ശ്രദ്ധിക്കാനുള്ളത്. റുക്കുവും സുജൂദും, അതിൽ ഒന്നാമത്തത് എന്തുകൊണ്ട് ഇവിടെ റുക്കുവും സുജൂദും പരാമർശിച്ചു എന്ന് വെച്ചാല്, അന്ന് ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ കാലവും ഇന്നത്തെ കാലത്തെയും ശരീഅത്ത് നിയമങ്ങളിലെ വ്യത്യാസമുണ്ട്, നിങ്ങൾക്കറിയാം അല്ലെ. അന്നും നമസ്കാരം ഉണ്ടായിരുന്നു, ഇന്നും നമസ്കാരം ഉണ്ട്. പ്രവാചകന്റെ അനുയായികൾക്ക് നമസ്കാരം ഉണ്ട്. പക്ഷെ രണ്ടും കർമ്മത്തിൽ വ്യത്യാസം, അതായത് ചെറിയ ചെറിയ ബാഹ്യ രൂപങ്ങളിലൊക്കെ മാറ്റം ഉണ്ടായിരുന്നു നമുക്കറിയാം. പക്ഷെ റുക്കൂഅ്, സുജൂദ് ഇത് രണ്ടും മാത്രം ഇവിടെ പരാമർശിക്കാൻ കാരണം, അന്ന് ഇബ്രാഹിം അലൈഹി ഇസ്ലാമിന്റെ നമസ്കാരത്തിലും റുക്കൂഉം സുജൂദും ഉണ്ടായിരുന്നു. ഇന്ന് പ്രവാചക നമുക്ക് നിർദ്ദേശിച്ച നമസ്കാരത്തിലും റുക്കൂഉം സുജൂദും ഉണ്ട്. പക്ഷെ അതിൽ വേറെ പലതിലും കൈകെട്ടുന്നതിലോ അങ്ങനെയുള്ള റക്കാത്തുകൾ എണ്ണത്തിലോ ഒക്കെ മാറ്റം ഉണ്ടാവാം. പക്ഷെ ഈ രണ്ട് കർമ്മവും ഉൾക്കൊള്ളുന്നതാണ് അന്നത്തെ നമസ്കാരവും ഇന്നത്തെ നമസ്കാരവും എന്നും കൂടി സൂചിപ്പിക്കാനാണ് ഇവിടെ രണ്ട് കർമ്മങ്ങൾ പറഞ്ഞുകൊണ്ട് നമസ്കാരത്തെ പറഞ്ഞത് എന്നാണ് ഒരു അഭിപ്രായം. രണ്ടാമത് ഇവിടെ സൂചിപ്പിക്കുന്നത്, ഈ നമസ്കാരം എന്ന് പറയുന്നത് വെറും ഒരു ധ്യാനം ചെയ്തുകൊണ്ട് നമസ്കാരം എന്ന് പറയാൻ പറ്റില്ല.
നമസ്കാരം എന്ന കർമ്മത്തിൽ അവിടെ റുക്കൂഉം സുജൂദും ഉണ്ടായിരിക്കണം എന്നുകൂടി സൂചിപ്പിക്കാനാണ് ഇവിടെ ഈ രണ്ട് കാര്യം പറഞ്ഞത്. മനസ്സിലായല്ലോ? അപ്പൊ നമുക്കറിയാം സൂര്യ നമസ്കാരം ഉണ്ടല്ലേ, ഈ സൂര്യ നമസ്കാരം, അതും ഒരു നമസ്കാരം എന്നൊക്കെ പറഞ്ഞ് ചെയ്യുന്നവരുണ്ട്. നമസ്കാരം ചിലർ പറയും നമസ്കാരം എന്ന് പറഞ്ഞിട്ട് നമ്മൾ അള്ളാനെ വിചാരിച്ചിരുന്നാ പോരെ, മനസ്സുകൊണ്ട് നമ്മൾ അള്ളാനെ ഇങ്ങനെ വിചാരിച്ച് ഒരു 10 മിനിറ്റ് ചെലവഴിച്ചാൽ അത് നമസ്കരിക്കലല്ലേ എന്നൊക്കെ പറയുന്നവർക്കുള്ള മറുപടിയാണ് അള്ളാഹ് സൂചിപ്പിച്ച റുക്അഉം സുജൂദും ഉണ്ട്. റുക്അഉം സുജൂദും എല്ലാം അടങ്ങുന്ന പ്രവാചകൻ പഠിപ്പിച്ച രീതിയിലുള്ള കർമ്മത്തിനാണ് നമസ്കാരം എന്ന് പറയാൻ പറ്റുള്ളൂ എന്നുകൂടി ഈ ഒരു വാക്കിൽ നിന്ന് അള്ളാഹ് പ്രയോഗിച്ചതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമെന്നാണ് പറഞ്ഞത്. അപ്പൊ ഇത്രയാണ് ഈ ആയത്തിൽ പറയാനുള്ളത്. ഇപ്പൊ നമ്മുടെ സമയം ഏതാണ്ട് കഴിയാനായി. അപ്പൊ ഈ ആയത്ത് നിങ്ങൾക്ക് മനസ്സിലായി ഞാൻ വിചാരിക്കുകയാണ്. അതിന്റെ നമുക്ക് നമ്മളെ ഒക്കെ എപ്പോഴും ഒരുപാട് ആളുകൾ ഉംറക്കോ എല്ലാവരും ഉംറക്ക് പോയത് തന്നെയായിരിക്കും. ഇതിൽ പോവാത്തവര് വളരെ കുറവാണല്ലോ അല്ലേ? നാട്ടിൽ നിന്നും ഇവിടെ നിന്നൊക്കെ ഇഷ്ടംപോലെ ആളുകൾ പോകുന്നുണ്ട്. അപ്പൊ നമുക്ക് ആ ഒരു സ്ഥലത്തോടുള്ള ആ ഒരു ബന്ധവും ഇഷ്ടവും അതിനെപ്പറ്റി അറിയുകയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് വീണ്ടും വീണ്ടും അങ്ങോട്ട് പോവാൻ തോന്നുക ചെയ്യുക. ഒന്നും കൂടി ആ മനസ്സറിഞ്ഞ് അതിന്റെ പൊരുളറിഞ്ഞ് ഹാജറാബി ഓടിയതൊക്കെ അറിഞ്ഞ് കഅബയുടെ ചരിത്രമൊക്കെ അറിഞ്ഞു പോകുന്നതും തീരെ ഒന്നും അറിയാതെ ഞാനൊരു ഉംറക്ക് പോവാന്നും പറഞ്ഞിട്ട് അതിന്റെ കർമ്മം മാത്രം പഠിച്ചു പോകുന്നതും ഫീലില് ഭയങ്കര വ്യത്യാസമാണ് കേട്ടോ. നമ്മളെ മനസ്സിന്റെ ഉള്ളിലേക്ക് അത് കടക്കുന്നത് ഭയങ്കര വ്യത്യാസമാണ്. അർത്ഥമറിഞ്ഞ് ഫീൽ ചെയ്ത് ചെയ്യുന്നതും ചരിത്രങ്ങൾ അറിഞ്ഞുകൊണ്ട് ഓരോ സ്ഥലം അവിടെ കാണാൻ പോകുന്നതിന് കിട്ടുന്ന ഫീല് വേറെ ഫീലാണ്. അപ്പൊ അത് എപ്പോഴും നമ്മൾ അതിന്റെയൊക്കെ ചരിത്രം അറിഞ്ഞുകൊണ്ട് ചെയ്യുക എന്നാണ് അതിന്റെ ഒരു ആത്മാവ് ഉണ്ടാവുക ആ കർമ്മത്തിന്. അപ്പൊ ഇത്രയാണ് ഈ ആയത്ത് ഉള്ളത്. വൈദ് ജഅൽനൽ ബൈത്ത മസാബത്ത് ഒന്നുകൂടി വായിച്ചു നോക്കുക. അപ്പൊ ഞാൻ പറഞ്ഞതൊക്കെ ഒന്നും കൂടി നിങ്ങൾ മനസ്സിലേക്ക് എടുക്കുക. വൈദ് ജഅൽന, നാം ആക്കിയ സന്ദർഭം, അൽ ബൈത്ത മന്ദിരത്തെ, മസാബത്തൻ ലിന്നാസ് ജനങ്ങൾക്ക് ബന്ധപ്പെടാനുള്ള ഒരു സ്ഥലം, അഭയസ്ഥാനം, നിർഭയമായിട്ടുള്ള ഒരു സ്ഥലം, എല്ലാവരും ബന്ധപ്പെടുന്ന അല്ലെങ്കിൽ ഒരു സംഗമ സ്ഥാനം എന്നുള്ള സ്ഥലത്തിൽ ജനങ്ങൾക്കാക്കി, അമ്നുമാക്കി, അതായത് നിർഭയമാക്കി. എന്നിട്ട് അള്ളാഹ് കൽപ്പിച്ചു വത്തഹിദു, നിങ്ങൾ സ്വീകരിക്കും മഖാം ഇബ്രാഹിം മുസല്ല, ഇബ്രാഹിം നബിയുടെ നിന്ന സ്ഥലത്തിൽ നിന്നും ഒരു നമസ്കാര സ്ഥലം, നമസ്കരിക്കാനുള്ള ഇടമായി നിങ്ങൾ സ്വീകരിക്കുക. അത് ഞാൻ പറഞ്ഞു രണ്ടർത്ഥത്തിൽ പറയുന്നുണ്ടെന്ന്. വിശാലമായ അർത്ഥത്തിൽ ഹറമൊക്കെ ഉൾക്കൊള്ളുന്ന ഒരു ഏരിയയാണ് പറയുന്നത്. പിന്നെ വാഹിദന ഇല, അള്ളാഹു വാഹിദിന എന്ന വാക്കിന്റെ ഒരു ഗൗരവം ഞാൻ പറഞ്ഞു. അത്രക്കും ഇതായിട്ടാണ് പറഞ്ഞത്. ഇബ്രാഹിമിനോടും നബിയോടും ഇസ്മായിൽ നബിയോടും പറഞ്ഞ കൽപ്പന എന്താണ്? തൊഹിറ, നിങ്ങൾ രണ്ടുപേരും പരിശുദ്ധാക്കി വെക്കണം ബൈത്തിയ, എന്റെ വീടിനെ, തോയിഫീന വാല ആക്കിഫീന റുക്കൈ സുജൂദ്, ഓഫ് ചെയ്യുന്നവർക്കും ആക്കിഫുകൾക്കും, അതായത് ഇത്തിക്കാഫിരിക്കുന്നവർക്കും നമസ്കരിക്കുന്നവർക്കും ശുദ്ധമാക്കി വെക്കുക. തൊഹിറ എന്നതിന് രണ്ടർത്ഥം പറഞ്ഞു. ഒന്ന് ഭൗതിക പരിശുദ്ധിയും ഒന്ന് ആത്മീയമായിട്ടുള്ള എല്ലാ തരത്തിൽ നിന്നുള്ള വിനോദം, കളി, തമാശയിൽ നിന്നൊക്കെ ശുദ്ധമാകുന്നതോടൊപ്പം തന്നെ ബഹുദൈവാരാധന അവിടെ നടക്കാൻ പാടില്ല. എന്തുകൊണ്ടാണ് പിന്നെ മുസ്ലിങ്ങളെ ഒരു കഅബ ടൂറിസ്റ്റ് കേന്ദ്രമായിട്ട് ജനങ്ങളെ കാണിക്കാത്തത് എന്നതിന്റെ ഒരു പൊരുളും നമ്മളോട് പറഞ്ഞു. ഇത്രയാണ് ഈ ആയത്തിലുള്ളത്. അള്ളാഹു നമ്മുടെ സംഗമം ഒരു സ്വാലിഹ് അമലായി സ്വീകരിക്കുമാറാകട്ടെ. സുബ്ഹാനകല്ലാഹുമ്മ ബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വ അത്തൂബു ഇലൈക. സുബ്ഹാന റബ്ബിക റബ്ബിൽ ഇസ്സത്തി അമ്മാ യസിഫൂൻ വസ്സലാമുൻ അലൽ മുർസലീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വൽ അസ്രി ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ ഇല്ലല്ലദീന ആമനു വഅമിലുസ് സ്വാലിഹാത്തി വതവാസൗ ബിൽ ഹഖ് വതവാസൗ ബിസ് സബ്ർ. ആമീൻ.